ഇന്ന് രാത്രിയിൽ ഞാൻ വളരെ വേഗത്തിൽ ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് ഈ രാത്രിയിൽ നമ്മൾ ചിന്തിക്കേണ്ടതിന് അതിൻ്റെ 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നു. അതിൻ്റെ 9-ാമത്തെ വാക്യം ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി വായിക്കുന്നത് നന്നായിരിക്കും. നിന്റെ പേരെന്ത് എന്ന് അവരോട് ചോദിച്ചതിന്, എന്റെ പേര് ലഖിയോൻ, ഞങ്ങൾ പലരാകുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. ഏതായാലും വളരെ പെട്ടെന്ന് രോഗസൗഖ്യം സംഭവിച്ചു. യേശു മടങ്ങിപ്പോരുകയാണ്. അന്നേരം ഇവൻ വന്നേച്ച് പറഞ്ഞു, ഞാനും നിന്റെ കൂടെ പോരട്ടെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേദഭാഗം അവിടാണ്. യേശു പറഞ്ഞു, വരണ്ട, നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. യേശു തിരിച്ചുപോയി. അവനോ ഒരു വലിയ VIP കോളനിയാണ് ഈ ദക്കപ്പൊലി. റിട്ടയർഡ് പട്ടാളക്കാർ താമസിക്കുന്ന കോളനിയാണെന്നാണ് പറയുന്നത്. ഭ്രാന്തനായി അലഞ്ഞു തിരിഞ്ഞു നടന്ന ആ മനുഷ്യൻ, ശവക്കല്ലറകളിൽ പാർത്തിരുന്ന ആ മനുഷ്യൻ VIP-കളുടെ കോളനികളിൽ യേശുവിനെ പ്രസംഗിക്കാനായിട്ട് തുടങ്ങി. അതോടെ ആ ഭാഗം അവസാനിക്കുകയാണ്. ഈ രാത്രിയിൽ ഞാൻ ഈ ഭൂതഗ്രസ്തനായ മനുഷ്യൻ്റെ ഈ വിഷയം ഞാൻ പ്രാർത്ഥിച്ച് ഈ വിഷയത്തിന് ഇട്ടിരിക്കുന്ന പേര്, താങ്കളുടെ മേൽവിലാസം മാറ്റുന്ന ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു. ഞാനിത് പറഞ്ഞപ്പോൾ ഒരു സ്തോത്രം പറയാൻ ഞാൻ പറഞ്ഞില്ല, പക്ഷെ കുറച്ച് പേര് സ്തോത്രം പറഞ്ഞു. അതെന്താണെന്നറിയാമോ? അവരൊക്കെ പറഞ്ഞു വെച്ച ഒരാശയം, പാസ്റ്ററേ, എൻ്റെയും മേൽവിലാസം മാറ്റിയത് ഈ യേശുവാണ് എന്നുള്ളത്. പിന്നെ കുറച്ച് പേരത് മറന്നുപോയി, അവരും മിണ്ടിയില്ല. അവരെല്ലാം ഇന്ന് അഡ്രസ്സ് ഒന്നും കൂടെ പുതുക്കിച്ച് വേണം പോകാൻ. പ്രൈസ് ദി ലോർഡ്. ഈ മെസ്സേജ് കേൾക്കുന്ന കവലയിലെല്ലാം ഇതിൻ്റെ ബോക്സ് വെച്ചിട്ടുണ്ട്. ഈ നാട്ടുകാരോട് മൊത്തമായി ഞങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ പഴയ അഡ്രസ് പൊളിച്ചെഴുതി ഒരു പുതിയ മേൽവിലാസം തരാൻ കഴിയുന്ന ഒരു ദൈവമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു. ഇവിടുത്തെ ആദ്യത്തെ വിഷയം ഇവനൊരു ഭ്രാന്തനാണ് എന്നുള്ളതാണ്. 5-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം വായിച്ചപ്പം മുതലേ ഞാൻ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുകയാണ്. ഒരാളുടെ മുഖം തെളിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോ 9-ാമത്തെ ദിവസം ആയതുകൊണ്ടാണോ എന്നറിയില്ല. 9-ാമത്തെ ദിവസം ഇങ്ങനെയാണെങ്കിൽ 30-ാമത്തെ ദിവസം എങ്ങനെയായിരിക്കും എന്നുള്ളത് അതായിരിക്കില്ല. പിന്നെ ഈ വിഷയം ഓർത്തിട്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ല പന്തലും സൗകര്യങ്ങളൊക്കെ വെച്ച ദിവസം ഈ ഭ്രാന്തനെയാണോ പ്രസംഗിക്കാനായിട്ട് കിട്ടിയുള്ളൂ? 35-ലേറെ അത്ഭുതങ്ങൾ വേദപുസ്തകത്തിനകത്ത് യേശു ചെയ്തിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം വ്യത്യസ്തമായ 8 അത്ഭുതങ്ങൾ വരെ രേഖപ്പെടുത്തിയിട്ടും ഈ ഭ്രാന്തനെ അല്ലാതെ വേറെ ആരെയും പാസ്റ്റർക്ക് പ്രസംഗിക്കാൻ കിട്ടിയില്ലേ? എങ്ങനെയാണ് ഞങ്ങളും ഈ വിഷയവുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്യുന്നത് എന്നൊക്കെ ചിന്തിച്ചായിരിക്കും ആളുകളുടെ മുഖം ഇങ്ങനെ വലിഞ്ഞു മുറുകിയിരിക്കും. അതുകൊണ്ട് ആ റബ്ബർ ബാൻഡ് ഒന്ന് പൊട്ടിച്ചു നമുക്ക് ഈ വിഷയത്തിലേക്കൊന്ന് വരാം. നമ്മളും ഈ മനുഷ്യരും തമ്മിൽ ചില ബന്ധങ്ങളൊക്കെ ഉണ്ട്. എന്താണ് ആ ബന്ധം എന്ന് പറയാം? ഒന്ന്, ലോകത്തിൽ എല്ലാ ആളുകൾക്കും 10% ഭ്രാന്തുണ്ടെന്ന് മനഃശാസ്ത്രജ്ഞന്മാർ പറയും. എനിക്കും നിങ്ങൾക്കും ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും 10% പ്രശ്നങ്ങളുണ്ടെന്ന് മനഃശാസ്ത്രജ്ഞന്മാർ പറയും. അത് എല്ലായ്പ്പോഴും എല്ലാവരിലും തെളിഞ്ഞു കാണില്ല. വികാരവും വിവേകവും ഒരു മനുഷ്യനിലുണ്ടെങ്കിലും ഒരേ സമയത്തത് വർക്ക് ചെയ്യില്ല.
ചിലപ്പോൾ വികാരം ആളിക്കത്തും. അന്നേരം വിവേകം അടിയിൽ പോയി പതുങ്ങിയിരിക്കും. വികാരം അമർന്നിരിക്കുമ്പോൾ വിവേകം പൊങ്ങി വരും. അങ്ങനെ പണ്ടൊക്കെ നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് കള്ളം കുടിച്ച് വീട്ടിൽ വന്ന ചട്ടിയും കലമെല്ലാം തല്ലിപ്പൊട്ടിച്ച് നേരം വെളുത്ത് കുറ്റിവീടിയും വലിച്ച് ചെയ്തു പോയ അപരാധങ്ങളെ ഓർത്ത് ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ ഭാര്യയോട് പറയും, സാരമില്ലടി പോട്ടെ, എല്ലാം ഞാൻ വൈകിട്ട് എന്ത് ചെയ്യാം, മേടിച്ചോണ്ട് വരാം. പല പ്രാവശ്യം പറയുമ്പോൾ പുള്ളിക്കാരത്തി ചോദിക്കും, ഇന്നലെ നിങ്ങൾക്ക് എന്നാ ഭ്രാന്തായിരുന്നോ എന്ന് ചോദിക്കും. സത്യമാണ്, ആ പറഞ്ഞ കാര്യം സത്യമാണ്. ഇന്നലെ അദ്ദേഹത്തിന് എന്തായിരുന്നു? ഭ്രാന്തായിരുന്നു. കാരണം കള്ളു കുടിച്ചതുണ്ടാവില്ല. തമിഴ്നാട്ടിൽ കിറുക്കൻ വെള്ളം എന്നാ പറയുന്നത്. ശരിയായ വെള്ളത്തിന്റെ പേരാണത്, കിറുക്കൻ വെള്ളമാണ്. അപ്പൊ ഒരു കിറുക്കായിരുന്നു. നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ തരത്തിലൊരു ഭ്രാന്തില്ല. പക്ഷെ വേറെ ഏതാണ്ടൊക്കെ തരത്തിൽ ഏതാണ്ടൊക്കെ ഒരു ഭ്രാന്തുണ്ട്. അത്രയും അങ്ങോട്ട് പറയണ്ടായിരുന്നു, അതങ്ങോട്ട് ചെയ്യണ്ടായിരുന്നു, ആ ആളോട് അങ്ങനെ ഇടപെടണ്ടായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ആ 10% നിങ്ങൾ ഉപയോഗിച്ചു എന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് ഞാൻ അതിന് വിശദാംശങ്ങൾ നൽകുവാൻ നിൽക്കുന്നില്ല. 10% അങ്ങനെ അൺനോർമലായ ഒരവസ്ഥ നമ്മുടെ അകത്തളങ്ങളിൽ കിടക്കുന്നുണ്ട്. അത് കോപത്തിന്റെ രൂപത്തിൽ, വിവേകമില്ലായ്മയുടെ രൂപത്തിലൊക്കെ വെളിപ്പെട്ടു വരും ചില സന്ദർഭങ്ങളിൽ. എല്ലാ നേരത്തും നമ്മൾ പെർഫെക്റ്റായി എന്ന് വരികയില്ല. ഇനി ഒരാളെ ഭ്രാന്തനെന്ന് പറയണമെങ്കിൽ എന്തെങ്കിലും ലക്ഷണങ്ങൾ വേണ്ടേ? മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്ന മാത്രം നോക്കിയെന്നേ പറ്റൂ. അപ്പൊ ഈ അധ്യായത്തിൽ കാണുന്ന ഭ്രാന്തന് എന്തൊക്കെ ലക്ഷണങ്ങളുണ്ടോ ആ ലക്ഷണങ്ങൾ നമുക്കാർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആരാണെന്ന് അർത്ഥം. അത്രയ്ക്കുള്ളൂ തന്നെ വെക്കാൻ. രണ്ട് വേറെ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്ന കാര്യം നോക്കട്ടെ. അപ്പൊ എന്താണ് ഇങ്ങനെയുള്ള ലക്ഷണം നോക്കാം. 1, ഇയാൾ സ്വന്തം വീട്ടിലല്ല താമസിക്കുന്നത്. ഭ്രാന്തിന്റെ മറ്റൊരു ലക്ഷണമാണ്. അപ്പൊ സ്വന്തം വീട്ടിലല്ല താമസിക്കുന്നത്. ഭ്രാന്തിന്റെ മറ്റൊരു ലക്ഷണമാണ്. അപ്പൊ നമ്മൾ പറയുമായിരിക്കും, ഞങ്ങൾ സ്വന്തം വീട്ടിലാണല്ലോ കിടക്കുന്നത്. അത് തന്നെയാ പറഞ്ഞ ഭ്രാന്തുണ്ടെന്ന് പറഞ്ഞത്. കാരണം എത്ര വീടുണ്ടെന്ന് ആദ്യം പഠിക്കണം, സ്വന്തം വീട് ഏതാണെന്നും അറിയണം. 5 വീടുകളാണ് ബൈബിൾ പറയുന്നത്. ഒന്നാമത്തെ വീട് ഇസ്രായേൽ എന്ന വീടാണ്. രൂത്തിന്റെ പുസ്തകത്തിൽ രൂത്തിനെ മൂപ്പന്മാർ അനുഗ്രഹിക്കുമ്പോൾ പറയുന്നു, രൂത്തെ, യഹോവ നിന്നെ റാഹേലിനെ പോലെയും ലേയയെ പോലെയും അനുഗ്രഹിക്കട്ടെ. അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗ്രഹം പണിതത്. രണ്ടാമത്തെ വീട് ദൈവസഭയാണ്. തിമോത്തിയോസ് 3:15. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുവാൻ ആശിക്കുന്നു. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള സഭയാകുന്ന ദൈവാലയത്തിൽ നീ നടക്കേണ്ടത് എങ്ങനെയെന്നാൽ. സഭ ഒരു വീടാണ്. 3, ശരീരം ഒരു വീടാണ്. കൊരിന്ത്യർ 3:16, 6:12. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും, ബാക്കി അറിയാമല്ലോ, അറിയാൻ പാടില്ലേ? അറിയാം. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? 4ാമത്തെ വീടാണ് നമ്മൾ കൈകൾ കൊണ്ട് പണിതിരിക്കുന്ന വീട്. കല്ലാശാരിയെ കൊണ്ട്, കരവിരുതുകൾ കൊണ്ട്, കാശില്ലാഞ്ഞിട്ടും കാനറാ ബാങ്കുകാരൻ തന്ന ലോൺ കൊണ്ട് 1 മുറി മുതൽ 1100 മുറി വരെയുള്ള വീടുകൾ ലോകത്തിലുണ്ട്. അതാണ് 4ാമത്തെ വീട്. 5ാമത്തെ വീടാണ് സ്വർഗത്തിലെ വീട്. മരിച്ചു കഴിഞ്ഞാൽ, ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ താമസിക്കാനുള്ളതാണ് 5ാമത്തെ വീട്. ഇതിൽ 4 വീടുകൾക്കും ഒരു പൊതു സ്വഭാവമുണ്ട്. ഇസ്രായേൽ, സഭ, ശരീരം, താമസിക്കുന്ന വീട്. ഈ 4 വീടിനും ഒരു പൊതു സ്വഭാവമുണ്ട്. 4ഉം ഇവിടുന്ന് മാറ്റപ്പെടും. ഇസ്രായേൽ എന്ന വീട് AD 70-ൽ 72 രാജ്യങ്ങളിലേക്ക് ചിതറി. അബ്രഹാമിനോട് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ ദൈവം പറഞ്ഞ നദി മുതൽ നദി വരെ എന്ന ഭൂപ്രകൃതി ഇനി അവൻ ഒരിക്കലും കിട്ടുകയില്ല. 2ാമത്തെ വീടായ ദൈവസഭ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും.
ആരും സ്വത്രം പറഞ്ഞില്ല. കൊച്ചപ്പനെ കൊന്നുവെച്ച് ജയിലിൽ പോയ ആ ക്രിമിനൽ പുള്ളി പരോളിൽ വരും എന്ന് ഞാൻ പറഞ്ഞതുപോലെയുണ്ടോ നിങ്ങളുടെ മുഖം കണ്ടിട്ട്? നമ്മുടെ മണവാളം വരുന്ന കാര്യമാണ് ഈ പറഞ്ഞത്, അല്ലാണ്ട് ക്രിമിനൽ പുള്ളി വരുന്ന കാര്യമൊന്നുമല്ല ഈ പറഞ്ഞത്. മൂന്നാമത്തെ വീടായ ശരീരം 70 ഏറെയായാൽ ഈ ഭൂമിയിലേക്ക് ചേരും. 35 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിൽ ഒന്നും വളരില്ല, വളരും താഴോട്ടേ വളരൂ. അതുകൊണ്ടാണ് വയറൊക്കെ 8 മടങ്ങായിട്ട് ഇട്ടാ കണക്കിന് വളഞ്ഞൊടിഞ്ഞ് താഴോട്ട് പോകും, പിന്നെ ഒന്നും മേലോട്ട് വളരില്ല. നാലാമത്തെ വീടായ കൈകൾ കൊണ്ട് പണിതത് കാലപ്പഴക്കത്താൽ ജീർണിക്കും. ഭൂകമ്പം വന്നാൽ, ദേശീയ ദുരന്തങ്ങൾ വന്നാൽ, പ്രളയക്കെടുതി വന്നാൽ അത് ക്ഷയിച്ചു പോകും. 20 വർഷങ്ങൾ കഴിഞ്ഞ വീടിന്റെ മുകളിൽ ട്രസ് വർക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ ചോർന്നൊലിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ആളുകൾ പണിയുമ്പോഴേ വർക്ക് ചെയ്യും. 5 വർഷം പുതിയ വീട് പണിത് അതിൽ താമസിച്ചില്ലെങ്കിൽ ആ കെട്ടിടം ചോർന്നൊലിക്കും. പുതിയൊരു പാലം പണിതു, 3 വർഷം അതിലെ വാഹനം ഓടിച്ചില്ലെങ്കിൽ ആ പാലം വാഹന ഗതാഗതത്തിന് യോഗ്യമല്ല എന്ന് പണിത എഞ്ചിനീയർമാർ പറയും. അപ്പോൾ 4 വീടുകൾക്ക് ഒരു പൊതു സ്വഭാവമുണ്ട്. 4 വീടും തകരും, ഇല്ലെങ്കിൽ മാറ്റപ്പെടും. ഇത് ഒരു മനുഷ്യൻ നേരത്തെ അറിഞ്ഞു. ആ മനുഷ്യന്റെ പേരാണ് പൗലോസ്. 8.25 കോടി സ്വത്തെങ്കിലും വില വരുന്ന ആ സ്വത്തിനെ ബാങ്കിൽ ഇരട്ടി നിക്ഷേപത്തിന് ഇന്ദിരാ വികാസ് പത്രയിൽ ഇടാതെ, ഷോക്കേസിൽ വെക്കാതെ, കാരണം അത് 2 വിട്ടാൽ ഇടയ്ക്ക് വെച്ച് തിരിഞ്ഞു നോക്കും, ഇടയ്ക്കെടുത്ത പലിശകൾ എന്തായി നോക്കും. അതുകൊണ്ട് അത് കുപ്പത്തൊട്ടിയിലേക്ക് ഇട്ടു. അതുകൊണ്ടാണ് ആ വാക്ക് പറയുന്നത്, പിൻപിൽ ഉള്ളതിനെ ഞാൻ മറന്നു. വേറെ എവിടെ വെച്ചാലും എടുത്തു നോക്കും നമ്മൾ, പക്ഷെ കുപ്പത്തൊട്ടിയിൽ സാധനം പിന്നെ തിരിഞ്ഞു നോക്കില്ല. പിൻപിൽ ഉള്ളതിനെ മറന്നിട്ട് മുൻപിൽ ഉള്ളതിനായി, പരമവിളിയുടെ വിരുദിനായി. എന്താണ് ആ മുൻപിലുള്ളത്? ഇത്രയും കോടി സ്വത്തെല്ലാം പിറകിലോട്ട് വലിച്ചെറിഞ്ഞെങ്കിലും വാർദ്ധക്യം എത്തിയപ്പോൾ കുളിര് കോരുന്ന ചർമ്മം പുതയ്ക്കുവാനുള്ള പുതപ്പും വായിക്കുന്ന ലിഖിതങ്ങളും മസ്തിഷ്കത്തിൽ നിന്ന് മറന്നുപോയെങ്കിലും മനസ്സിൽ മായാത്ത ഒരു വീടുണ്ടായി. അതാണ് അദ്ദേഹം കൊരിന്ത്യർ ലേഖനത്തിൽ അടിവരയിട്ട് പറഞ്ഞത്, കൂടാരമായ ഞങ്ങളുടെ ഭൗമിക ഭവനം അഴിഞ്ഞു പോയാൽ അഴിയാത്ത ഒരു ഭവനം ഇവിടെ അരക്കിട്ടുറപ്പിക്കുവാൻ ഒരുത്തർക്കും സാധ്യമല്ല. അങ്ങനെ അഴിഞ്ഞാൽ അഴിഞ്ഞു പോകാത്തതായി ദൈവത്തിന്റെ വകദാനമായൊരു കെട്ടിടം സ്വർഗത്തിലുണ്ടെന്ന് ഞാൻ അറിയുന്നു. കുഞ്ഞേ, ഇവിടെ ഏതെല്ലാം മെമ്പർഷിപ്പ് ഉണ്ടെങ്കിലും, എത്ര വീടുണ്ടെങ്കിലും, ഒരു നിലയിലുമല്ലാത്ത നിങ്ങൾക്ക് ബഹുനിലയുണ്ടെങ്കിലും, ദൈവം ഒരുക്കുന്ന സ്വർഗത്തിലെ ഭവനത്തിൽ ഒരു മെമ്പർഷിപ്പ് ഇല്ലാത്തവനാണ് താങ്കളെങ്കിൽ, താങ്കൾ ഇവിടെ വട്ടം കറങ്ങുന്ന ഒരു ഭ്രാന്തന് സമമാണെന്നാണ് ഈ പറഞ്ഞത്. മൂന്നാമത്തെ തെളിവിലേക്ക് വരുന്നു. ഇവൻ ഭ്രാന്തനാണോ? അതെ. എന്താ മറ്റൊരു തെളിവ്? എപ്പ നോക്കിയാൽ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. അതാ ഇവിടെ രാപ്പകൽ ഇവരെന്ത് ചെയ്യാണ്? നിലവിളിച്ചുകൊണ്ട് നടക്കുക. അത് ഭ്രാന്തന്മാരുടെ വേറൊരു ലക്ഷണം. എപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. ആരും ശ്രദ്ധിക്കൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. അപ്പൊ ഏത് സമയത്തും വാ തുറന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരൊക്കെ ഭ്രാന്തന്മാരാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇപ്പൊ 100 കോടി ഭ്രാന്തന്മാരായി. ജനങ്ങൾ 121 ഉള്ളൂ, പക്ഷെ കോടി 100ആയി. എന്താ കാര്യം? മൊബൈൽ ഫോൺ സംസാരിച്ചുകൊണ്ട് റോഡിൽ കൂടെ നടക്കുന്ന കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം ഇത് ഭ്രാന്തിന്റെ വേറൊരു വകഭേദമാണ്. കൊച്ചു പിള്ളേര് വരെ 10 രൂപയ്ക്ക് വരുമാനമില്ലാത്തവന് വരെ 2 സിം. ചത്ത് കഴിയുമ്പോഴാണ് ചെവിയിൽ പഞ്ഞിയിൽ വെക്കേണ്ടത്, പക്ഷേ ഇപ്പൊ തന്നെ 2 സാധനം വെച്ച് അടച്ചേക്ക്. റോഡിൽ കൂടെ മറ്റും പോകുന്ന പിള്ളേരോട് വഴി ചോദിച്ചാൽ, മോനെ ഇതിലെ പോകുന്ന വഴി അത് എന്നെ സ്ഥലത്തോട്ട് എങ്ങടാ പോകുന്നത്? ഒരെണ്ണം എടുത്തേച്ചാണ് അവൻ പറയുന്നത്. റൂട്ട്സിന്റെ ഹോൺ അടിച്ചാൽ ഇനി അവൻ കേൾക്കുകയില്ല, കൊമ്പനാന കൊല വിളിച്ചാൽ കേൾക്കുകയില്ല. ശബ്ദതരംഗങ്ങൾ തടുത്തു നിർത്തി അകത്തോട്ട് വിടാനാണ് ഇതിന് ഈ കവറിങ് ദൈവം വെച്ചിരിക്കുന്നത് ചെവിക്ക്. പക്ഷെ അകത്തോട്ട് ഒന്നും കയറ്റാതെ അടച്ചു വെച്ച ഈ തലമുറയിൽ നാട്ടുകാരും മുഴുവൻ കേൾക്കത്തക്ക നിലയിൽ പരസ്യമായി സംസാരിക്കുന്ന ഈ തലമുറയെയും കാണുമ്പോൾ ഇതൊരു ഭ്രാന്തല്ലേ എന്ന് ഞാൻ ചിന്തിച്ചു. കാരണം ചെവി ചൂടാകുന്നത് വരെ 10 പൈസ പ്ലാനിൽ
ഇവിടെ പിള്ളേർക്ക് പോലും സംസാരിക്കാൻ അറിയാം മണിക്കൂറുകൾ. പക്ഷെ ജന്മം തന്ന ദൈവത്തോട് 10 മിനിറ്റ് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ ജനത്തിന്. അതുകൊണ്ട് ഭ്രാന്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. 4-ാമത്തെ ലക്ഷണം, ഇവന് വസ്ത്രം തീരെ കുറവാണ്. യേശുവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ അടുത്ത കാര്യം, ദേവൻ വസ്ത്രം ധരിച്ചു, സുബോധം കൊണ്ടു. വസ്ത്രത്തിന്റെ നീളം കുറയും തോറും എന്ന് മനസ്സിലാക്കണം. എടുത്തു കഴിഞ്ഞ് ശീമാട്ടിയുടെ റോൾ തീരാറായപ്പോൾ ഇനിയൊരു 3/4 മീറ്റർ മാത്രം ശേഷിച്ചതുകൊണ്ട് മാനേജർ റിഡക്ഷൻ സെയിൽ തന്ന ഷർട്ടാണ് ഇത് അടിച്ചിട്ടിരിക്കുന്നത് എന്നല്ല മനസ്സിലാക്കേണ്ടത്. ഇവന്റെ സ്ക്രൂ ഇളകിയതിന്റെ ഒരവസാന പ്രദർശന രംഗമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തുണിയുടെ നീളം കുറയും തോറും, വസ്ത്രത്തിന്റെ നീളം കുറയും തോറും ഭ്രാന്ത് കൂടുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. സമയം വരും, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഈ ലക്ഷണങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കാതാണെങ്കിൽ നമ്മുടെ ഇടയിൽ ഭ്രാന്തന്മാരില്ല എന്ന് പറയാൻ ഒക്കുവോ ഭാഷന്മാർ? ഒക്കുകയില്ല. അതുകൊണ്ട് ഇതെങ്ങാണ്ട് കിടന്ന ഭ്രാന്തനാന്നും പറഞ്ഞിരിക്കാതെ അവന്റെ കൊച്ചപ്പന്റെ മോനാണ് ഞാൻ എന്ന് കരുതിച്ച് വേണം ഇന്ന് രാത്രി പ്രസംഗം കേൾക്കാൻ. ഒരു സ്വോത്രം പറ. ആ ടെൻഷൻ അങ്ങ് വിടട്ടെ. ഇനി ആ ദേശത്തിന്റെ ഒരു പ്രത്യേകതയിലേക്ക് ഞാൻ വരിക. ചിലപ്പോഴൊക്കെ സ്റ്റേജിൽ ചെന്നിരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഏത് പ്രസംഗിക്കണം, ഒത്തിരി പ്രാർത്ഥിച്ചാൽ വരുന്നത്. പക്ഷെ എനിക്കൊരു ഗൈഡൻസ് കിട്ടും. ചിലപ്പോൾ ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ, ചിലപ്പോൾ അവസാനത്തെ പാട്ട് പാടുമ്പം എൻ്റെ മെസ്സേജിൻ്റെ ഒരു വരി വരും. ഇന്ന് പാസ് പറഞ്ഞു ഈ ദേശത്തിൻ്റെ ഒരു വിടുതൽ. അപ്പോഴേ ഞാൻ തീരുമാനിച്ചു ഇന്ന് ഭൂതക്രിസ്തനാണ്. ആ ദേശത്തിനാണ് ആ വിടുതൽ. ചില ദേശം അങ്ങനെ. ആ ദേശത്ത് യേശു ചെന്ന് കാലുകുത്തിയപ്പം എതിരേൽക്കാൻ വന്നത് ആരാന്നറിയാം? 6000 ഭൂതങ്ങളാണ് വാം വെൽക്കം ചെയ്യാൻ വന്നത്. മനുഷ്യരില്ലാത്തതുകൊണ്ടാണോ? മനുഷ്യരൊക്കെ ഉണ്ട് അവിടെ. പിന്നെ മനുഷ്യ എപ്പോഴാ വന്നേന്നറിയാമോ? ഈ 2000 പന്നികൾ കടലിലോട്ട് ചാടി ചത്ത് കഴിയുമ്പോൾ അവര് വരും. അപ്പൊ അവിടെ ആൾക്കാരുണ്ടോ? ആൾക്കാരുണ്ട്. പിന്നെന്താ ഈ യേശുവിന്റെ അടുത്തോട്ട് വരാത്തത്? ഇത്ര നല്ല പന്തലൊക്കെ ഇട്ടിട്ടും. പക്ഷെ ആരെങ്കിലും രക്ഷിക്കപ്പെട്ടു നോക്കണം, ആരെങ്കിലും സ്നാനപ്പെട്ടു നോക്കണം. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി നോക്കിയാൽ ഈ നാട് മുഴുവൻ ഈ പന്തലിൽ കാണും. ഒരാളില്ലാത്തതല്ല പ്രശ്നം. ഏതായിരുന്നാലും എനിക്ക് ഈ പിശാചിനെ ഈ വേദഭാഗത്തെ 2-3 കാര്യങ്ങളിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കും. ഞാൻ പറയും, ഈ സാത്താനെ നോക്കിയാലും ചില്ലറ ഗുണങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന്, അവന് ഉറക്കമില്ല, നമുക്കോ അതേ ഉള്ളു. 2, അവന് വിശ്രമമില്ല, നമുക്കോ അതേ ഉള്ളു. 3, അവന് നാണമില്ല. നമ്മൾ രക്ഷിക്കപ്പെട്ട അന്ന് മുതലേ ആട്ടിത്തുപ്പുന്ന ഇതുവരെ പോയിട്ടില്ല. നമ്മളും നമ്മുടെ സുവിശേഷ വേലയിൽ നാണം പാടില്ല. ഇങ്ങനെ ചില ഗുണങ്ങൾ പഠിക്കണം. അതുകൊണ്ട് സാത്താന്റെ കയ്യിൽ നിന്ന് പഠിച്ചു എന്നല്ല മനസ്സിലാക്കേണ്ടത്. അവൻ പണ്ട് ദൈവദൂതനായിരുന്നു, അതിനുശേഷമാ സാത്താനായത്. സാത്താനായെങ്കിലും നല്ലതൊന്നും ചിലത് അവൻ വിട്ടിട്ടില്ല. ആ ഗുണങ്ങളാണ് നമ്മൾ പകർത്തണമെന്ന് പറഞ്ഞു. ഇതുപോലെ ഇവിടെ കണ്ട ചില ഗുണങ്ങൾ കൂടെ പറയാം. യേശുവിനെ കണ്ട നാട്ടിൽ അവൻ പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര. വേറെ വേദഭാഗത്തും കൂടെ ഉള്ള വേദഭാഗങ്ങൾ കണക്ട് ചെയ്ത് വേണം ചിന്തിക്കാൻ. അത്യുന്നതനായ ദൈവത്തിന്റെ പുത്ര വളരെ ഇഷ്ടപ്പെട്ട എനിക്ക്. കാരണം യേശു മാത്രമാണ് മഹോന്നതനായ ദൈവത്തിന്റെ പുത്രൻ എന്ന് ഇവിടെ മനുഷ്യർക്ക് പോലും മനസ്സിലായിട്ടില്ല. പക്ഷെ പിശാചിന് മനസ്സിലായി, ഇവനാണ് മഹോന്നതനായ ദൈവത്തിന്റെ പുത്രൻ. പഠിക്കണ്ടേ അവരിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ? സമയത്തിന് മുൻപേ എന്നെ ദണ്ഡിപ്പിക്കുവാൻ വന്നതെന്ത്? അപ്പൊ ഇവന്റെ അവസാനം എന്താണെന്നും ഇവന്റെ അവസാനം ഇവന് നരകമാണെന്നും അവന് ബോധ്യമുണ്ട്. നമ്മുടെ ആളുകൾക്കറിയാമോ? അവരോട് വെച്ച് അവർ പറയും അവസാനം എന്താന്ന് പാരറിയണം, നിങ്ങളാണോ തീരുമാനിക്കണത്? അത് വരുന്നൊക്കെ വഴി വെച്ച് കാണാമെന്ന്, അന്നേരം നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞാണ് ആളുകൾ പോകുന്നത്.
ഇവനതെല്ലാം തിട്ടമാണ്. എന്തോന്നും അവസാനം ദണ്ഡനമാണെന്നും എല്ലാം അവന് വ്യക്തമായിട്ടറിയാം. എന്നെ ചിന്തിപ്പിച്ചതും വളരെ അത്ഭുതപ്പെടുത്തിയതും അടുത്തൊരു കാര്യമാണ്. എന്താണെന്നറിയാമോ? ഇവൻ പ്രാർത്ഥിച്ചു. ആര്? ഭൂതങ്ങൾ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു എന്ന മലയാള വാക്കല്ല അവിടെ കൊടുത്തിരിക്കുന്നത്, അപേക്ഷിച്ചു എന്ന പര്യായപദമാണ്. 3 പ്രാവശ്യമാണ് അവൻ അപേക്ഷിച്ചത്. 1, സമയത്തിന് മുൻപേ ഞങ്ങളെ ദണ്ഡിപ്പിക്കരുതേ എന്ന് അപേക്ഷിച്ചു. 2, നാട്ടിൽ നിന്ന് അയച്ചു കളയാതിരിപ്പാൻ അപേക്ഷിച്ചു. 3, അങ്ങനെ അയക്കുകയാണെങ്കിൽ ഈ പന്നിക്കുട്ടത്തിലേക്ക് അയക്കണം എന്ന് അപേക്ഷിച്ചു. 3 പ്രാവശ്യം അവൻ അപേക്ഷിച്ചു. അപേക്ഷയല്ലേ പ്രാർത്ഥന? വഴുതികളെ കാണാമല്ലോ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി. അപ്പൊ അപേക്ഷയല്ലേ പ്രാർത്ഥന? ഈ പിശാച് പ്രാർത്ഥിക്കുമോ എന്ന് ചോദിച്ചാൽ, വേദപുസ്തകം പഠിപ്പിക്കുന്ന അവൻ പ്രാർത്ഥിക്കുകയില്ല എന്ന് മാത്രമല്ല, നേരെ ചൊവ്വേ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥന അവൻ തടുക്കും. അതാണ് അവന്റെ പണി. പിന്നെന്താണ് ഇവിടെ അവൻ പ്രാർത്ഥിക്കാൻ കാരണം? എനിക്ക് മനസ്സിലായ കാര്യം പറയാം. ഈ പിശാചും ഇങ്ങനെ വഴിനീളെ നടക്കുമ്പം ഈ ബോർഡൊക്കെ പുള്ളിയും കാണുന്നുണ്ട്. പക്ഷെ പുള്ളിക്കറിയാം ഇതൊന്നും പ്രാർത്ഥന കേൾക്കുന്ന ആളുകളല്ലെന്ന്. അങ്ങനെ പുള്ളി നോക്കി നിൽക്കുമ്പോഴാണ് പ്രാർത്ഥന കേൾക്കുന്ന സത്യദൈവം നേരെ കണ്ണിന്റെ മുമ്പിൽ വന്ന് നിൽക്കുക. ഒരു റെക്കമെൻഡേഷൻ ഇല്ലാതെ, ഒരു മെഴുകുതിരി ഇല്ലാതെ, ഒരാളുടെ മധ്യസ്ഥത ഇല്ലാതെ നേരിട്ടൊരു കാര്യം പറയാൻ അവസരം കിട്ടിയപ്പോ വിട്ടില്ല. നിങ്ങൾക്ക് വീടുണ്ട്, വീടിന്റെ മുറ്റം വരെ ടൈൽസ് ഇട്ടിരിക്കുകയാണെങ്കിലും റോഡൊന്നും വലിയ കുഴപ്പമില്ലെങ്കിലും ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കിട്ടിയാൽ നിങ്ങൾ ഈ റോഡ് വീതി കൂടണമെന്നെങ്കിലും പറയും. കാരണം അധികാരമുള്ള ഒരാളെ കണ്ടാൽ എന്തെങ്കിലും നിങ്ങൾ ആപ്ലിക്കേഷൻ പറഞ്ഞിരിക്കും. അപ്പൊ ഇവൻ യേശുവിനെ കണ്ടപ്പം, അധികാരമുള്ളവരെ കണ്ടപ്പോ അവൻ പ്രാർത്ഥിച്ചു പോയി എന്നുള്ളതാണ് ശരി. പിശാച് പോലും സത്യദൈവത്തെ കണ്ടപ്പം പ്രാർത്ഥിച്ചൊന്ന് പോയെങ്കിൽ ആ ദൈവത്തെ അപ്പനായി കിട്ടിയ ദൈവമക്കളാണ് ഏത് സമയത്തും പ്രാർത്ഥനയോടെ, ജാഗരണത്തോടെ ദേശത്തിന് വേണ്ടിയൊക്കെ ഈ ദിവസങ്ങളിരുന്ന് പ്രാർത്ഥിക്കുന്നത്. വേറെ തൊഴിലും പണിയൊന്നുമില്ലേ നാളുകൾ ചിന്തിച്ചെങ്കിലും അതിന്റെ ആത്മീകമായ അർത്ഥം ഇതാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, പിശാച് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമോ? എന്താ സംശയം? നേരും ചൊവ്വില്ലാതെ ആര് പ്രാർത്ഥിച്ചാലും കേൾക്കില്ല എന്ന് മാത്രമല്ല, ശരിയായ സ്ട്രെയിറ്റ് ആയിട്ടാണ് പ്രാർത്ഥനയെങ്കിൽ ആര് പ്രാർത്ഥിച്ചാലും കേൾക്കുകയും ചെയ്യും. 3 ഇല്ല, 7 ഇല്ല, 21 ഇല്ല, 40 ഇല്ല. ഇവന്റെ പ്രാർത്ഥനയ്ക്ക് അപ്പോൾ തന്നെ ഉത്തരമാണ്. എന്താണ് അതിന്റെ കാരണം? യേശു വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. അതാണ് അതിന്റെ കാരണം. എന്താ വാക്ക്? ഭൂമിയിൽ 2 പേർ ഐക്യമത്യപ്പെട്ടുകൊണ്ടൊരു കാര്യം എന്നോട് ചോദിച്ചാൽ ഞാനത് വളരെ വേഗത്തിൽ ചെയ്തു തരാം എന്നാണ് യേശുവിന്റെ വാക്ക്. വാക്ക് പറഞ്ഞാൽ മാറാൻ പറ്റൂ? പറ്റില്ല. അതാണ് ഇവന് പെട്ടെന്ന് മറുപടി കൊടുത്തത്. എന്താണെന്നറിയാം? ഇവൻ ഈ 3 പ്രാവശ്യം അപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ യേശു ഇവന്റെ അകത്തേക്ക് നോക്കിയപ്പോ 6000 ഭൂതം ഇരിക്കുന്നു. 6000 എണ്ണത്തിനും ഒരേ ഒരു അപേക്ഷയേ ഉള്ളൂ, യൂണിറ്റി. എന്തോ ഐക്യത. മനസ്സിലായില്ലല്ലേ? ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞേക്ക്. 12 വർഷമായി 6000 എണ്ണം ഒരുത്തന്റെ അകത്തിരിക്കുക. ഒരു സെക്രട്ടറി ഇല്ല അതിനകത്ത്. ചിരിക്കാതെ സ്വോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. വിടുതല. പ്രസിഡന്റ് ഇല്ല അതിനകത്ത്. പാനലില്ല. സ്വോത്രം പറയാൻ വിഷമമുള്ള കാര്യം ഞാൻ പറയുന്നെങ്കിലും പറയാണ്, തെരഞ്ഞെടുപ്പുമില്ല. മലയാള ഭാഷയിലെ പഴഞ്ചൊല്ല് പറഞ്ഞാൽ 12 വർഷമായി ഇലക്കണ്ടം തുളുമ്പാതെ. ആ വാക്ക് കേട്ടു, ഞങ്ങളെ പന്നിക്കൂട്ടത്തിലേക്ക്. എന്നാൽ പിന്നെ 6000 എണ്ണുള്ളതുകൊണ്ട് 2000 പന്നിയിലേക്കും 2000 പിന്നെ ആടിലേക്കും 2000 കന്നുകാലിലേക്കും പോകട്ടെ എന്ന് മര്യാദയ്ക്ക് പറഞ്ഞുകൂടെ? അങ്ങനെയൊന്നുമില്ല. ജീവിക്കുന്നെങ്കിൽ ഇവന്റെ അകത്ത് ഞങ്ങൾ തിങ്ങിപ്പാർത്ത് ജീവിക്കും. ചാകുന്നെങ്കിൽ ഒരുമിച്ച് ഞങ്ങൾ കടലിലേക്ക് കയറി ആത്മഹത്യ ചെയ്യും. ജീവിക്കാനാണേലും ഒരുമിച്ച്, ചാകാനാണേലും ഒരുമിച്ച്. വല്ലതും മനസ്സിലാകുന്നവർക്കായി ദൈവത്തിന്റെ ഇഷ്ടം. ഈ യോഗം ഇന്ന് രാത്രി ആരും നടത്തട്ടെ, എവിടെയുള്ളവരും നടത്തട്ടെ. സഭയുടെ പേരുകളൊക്കെ ഒന്ന് മാറ്റി വെച്ചും
ഇന്ന് രാത്രിയിൽ ദേശത്തിന്റെ വിടുതലിന് വേണ്ടി ഒരുമിച്ച് ഒന്ന് നിൽക്കാൻ ആര് തയ്യാറാകും? ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്യാൻ, ഒരുമിച്ചൊന്ന് ആരാധിക്കാൻ, ഒരുമിച്ചൊന്ന് അർപ്പിടാൻ ആര് തയ്യാറാകും? അപ്പോഴാണ് യെരിഹോവിന്റെ മതിലുകൾ ഇടിഞ്ഞ് നിന്നോടൊപ്പം ദൈവത്തെ ആരാധിപ്പാൻ ജീവിതങ്ങൾ വിടുവിക്കപ്പെടുന്നത്. പടിഞ്ഞാറോട്ട് പറക്കുന്ന കാടപ്പക്ഷികളോട് ദൈവം ചോദിച്ചു, എവിടെ പോവുക? അന്നുള്ള കൊറ്റിനുള്ള വക തേടി ഞങ്ങൾ പടിഞ്ഞാറോട്ട് പറക്കുകയും ദൈവം പറഞ്ഞു, ഇന്ന് പറക്കണ്ട, തിരിച്ചു പറക്ക്, സന്തോഷം. പണിക്ക് പോകാതെ കൂട്ടിനകത്ത് തീറ്റ തരുമെന്ന് വിചാരിച്ച് തിരിച്ചു പറക്കാൻ നേരത്തെ ദൈവം പറഞ്ഞു, കൂട്ടിലേക്കല്ല, വീട്ടിലേക്ക്. ഏത് വീട്ടിലേക്ക്? ഇസ്രായേലിന്റെ വീട്ടിലേക്ക്. മരുഭൂമിയിൽ യാത്ര ചെയ്യുന്ന എന്റെ ജനത്തിന് ആഹാരം കഴിക്കുവാൻ ഇറച്ചി വേണമെന്ന് ആവശ്യപ്പെട്ടു. നിങ്ങളെ കൊടുക്കാനല്ലാതെ എൻ്റെ കയ്യിൽ വേറെ വകുപ്പില്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം ഇന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നേരെ കൂടാരത്തിലേക്ക് പറന്നോളാൻ പറഞ്ഞു. അവിടെ ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പിള്ളേർക്ക് പിടികൊടുക്കാതെ നടക്കരുത്. കൂടാരത്തിന്റെ കുറ്റിയിൽ അവർക്ക് പിടിക്കാവുന്ന വിധത്തിൽ നിന്ന് കൊടുത്തേക്കാൻ പറഞ്ഞു. ദൈവം പറഞ്ഞപ്പോൾ മുൻപേ പറക്കുന്ന കാടപ്പക്ഷി എബൌട്ട് ടേൺ എന്ന് പറഞ്ഞതും തിരിച്ചു പറഞ്ഞു. അതിന്റെ പുറകെ സകല കാടപ്പക്ഷികളും ചെന്നു. 307 വന്ന് നെടുമ്പാശ്ശേരിയിൽ ലാൻഡ് ചെയ്യുന്ന പോലെ ആയിരക്കണക്കിന് കാടപ്പക്ഷികൾ കൂടാരത്തിന്റെ കുറ്റിയിൽ തലയിടിച്ചു വീണു. അവർ മരിക്കാൻ തയ്യാറായി. ദൈവം പറഞ്ഞാൽ കാടപ്പക്ഷികൾ ഒരുമിച്ച് മരിക്കാൻ തയ്യാറാകും. ഇന്ന് രാത്രിയിൽ ആരും പത്രോസിന്റെ വള്ളത്തിൽ കയറരുത് എന്ന് ദൈവം പറഞ്ഞു. മത്സ്യക്കൂട്ടങ്ങൾ സന്തോഷം കൊണ്ട് തിരമാലയ്ക്ക് മുകളിൽ വന്ന് പത്രോസിനെ കൊഞ്ഞനം കുത്തി. നീ ഞങ്ങളെ ഒന്നും ചെയ്യേലെന്നും പറഞ്ഞു. എത്ര പിടിക്കാൻ നോക്കിയിട്ടും വലയിലും കീറുന്നില്ല, വള്ളത്തിലും കീറുന്നില്ല, വഴുതി പോവുക. സന്തോഷം കൊണ്ട് മത്സ്യക്കൂട്ടങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നേരമ്പോൾ ദൈവം പറഞ്ഞു, കേറിക്കോളാൻ പറഞ്ഞു. അങ്ങോട്ട് അവന്റെ വലയ്ക്ക്. പത്രോസിന്റെ വലയിൽ കയറിയാൽ ഉപ്പും മുളകും തേക്കും, വറചട്ടിയിൽ കിടന്ന് ഉരുളും എന്നൊക്കെ അറിഞ്ഞിട്ടും ദൈവം പറഞ്ഞതാണ് എന്ന കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ വല കീറാറായിട്ടും വള്ളം മുങ്ങാറായിട്ടും ഇടിച്ചു കയറിയ ദൈവം പറഞ്ഞാൽ മത്സ്യക്കൂട്ടങ്ങളും തയ്യാറാണ്. 300 കുറുക്കന്മാരെ 150 ജോഡിയായി പിടിച്ചു കെട്ടി വാലോട് വാല് ചേർത്ത് വെച്ച് ഒരു പന്തം വെച്ച് കെട്ടി പഴയ നിയമത്തിലൊരു മനുഷ്യൻ. നടക്കുന്ന കാര്യം വല്ലതും ആണോ? 300 കുറുക്കന്മാർ. ഉടായിപ്പിന് PhD എടുത്തവരാണ് കുറുക്കന്മാർ. ആ 300 150 ജോഡിയായിട്ട് വാലോട് വിറ്റ് വാലിയത്ത് വെച്ച് കെട്ടുക എന്ന് പറഞ്ഞാൽ നടക്കാൻ പോകുന്ന കാര്യം. നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് കളിച്ചോണ്ടിരിക്കുന്ന, നിങ്ങളുടെ വീട്ടിൽ ഭക്ഷണം കൊടുക്കുന്ന പട്ടിയുടെയും പൂച്ചയുടെയും വാല് കൂട്ടിക്കെട്ടാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? വിവരറിയും. എന്തിനാണ് പട്ടിയും പൂച്ചയുടെ കാര്യം പറയുന്നത്? ആയിരക്കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ വെച്ച് ഞങ്ങൾ കൈ തമ്മിൽ കൂട്ടിപ്പിടിപ്പിച്ച് കെട്ടിയോളും മാപ്പിളി ഒരുമിച്ച് ജീവിക്കുന്നില്ല, പിന്നെയാണ് പാട്ടിയും പൂച്ചയും. പക്ഷെ യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി എന്ന് പറഞ്ഞാണ് ഈ വയല് കത്തിത്തീരുന്നെങ്കിൽ ഞങ്ങളുടെ തല പോയാലും വാലിൽ നിന്ന് തുടങ്ങണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹമെങ്കിൽ നിന്ന് കൊടുക്കാൻ അവർ തയ്യാറായി. ദൈവം പറഞ്ഞാൽ കാടപ്പക്ഷികൾ കേൾക്കും, ദൈവം പറഞ്ഞാൽ മത്സ്യങ്ങൾ കേൾക്കും, ദൈവം പറഞ്ഞാൽ കുറുക്കന്മാര് കേൾക്കും. ഇന്ന് രാത്രിയും ദേശത്തിന് വേണ്ടി ഒരുമിച്ചൊന്ന് നിൽക്കാൻ തയ്യാറായാൽ ഇന്ന് രാത്രിയിൽ ദേശത്തിന്റെ കെട്ടുപൊട്ടിച്ച് ആരാധിക്കുന്ന ദൈവജനത്തോടൊപ്പം ഇരുത്തുവാൻ ഈ ദേശത്തിന്റെ രാത്രി ദൈവം അത്ഭുതം ചെയ്യട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. യേശു ഇവന്റെ ജീവിതത്തിൽ ചെയ്ത കാര്യത്തിലേക്ക് വരാം. 4 രീതിയിൽ ഇവന് മാറ്റങ്ങൾ സംഭവിച്ചു. അന്നേരമാണ് ഇവന്റെ മേലുവിലാസം മാറിയത്. ഏതാണ് ആ 4 മാറ്റങ്ങൾ? 1, ഇവന്റെ നിലവിളി യേശു മാറ്റി. 2, ഇവന്റെ പേര് യേശു മാറ്റി. 3, ഇവന്റെ താമസം, വീട് യേശു മാറ്റി. 4, ഇവന്റെ നഗ്നത യേശു മാറ്റി. മറക്കണ്ട, 1, 2, 3, 4. 1, അവന്റെ നിലവിളി യേശു മാറ്റി. 2, അവന്റെ പേര് യേശു മാറ്റി. 3, അവന്റെ താമസ സ്ഥലം യേശു മാറ്റി. 4, അവന്റെ നഗ്നത യേശു മാറ്റി. 1
അവൻ്റെ നിലവിളി യേശു മാറ്റി. എന്താണ് അവൻ്റെ നിലവിളി? രാപ്പകൽ അവൻ നിലവിളിക്കുകയാണ്. സുബോധമുള്ളവൻ നിലവിളിച്ചാൽ അത് കേൾക്കാൻ ഇവിടെ ആളില്ല. പിന്നെ ഭ്രാന്തൻ നിലവിളിച്ചാലോ ആര് ശ്രദ്ധിക്കാൻ? എന്നാലും ആ നിലവിളിയുടെ ആഴമെന്ന് പറയാൻ ചില കുറിപ്പുകൾ രേഖപ്പെടുത്താം. സന്ധ്യയായ സമയത്താണ് യേശു പറയുന്നത്, എനിക്ക് ഇപ്പൊ പോണോ അക്കരയ്ക്ക്. എന്താണ് അക്കരെ, എന്താണ് ഇക്കരെ? ഇക്കരെയുള്ള 4 കൂട്ടം സംഗതികൾ. 1, അന്നാണ് യേശു അപ്പമെടുത്ത് അന്തരീക്ഷത്തിലേക്ക് ഉയർത്തി അനുഗ്രഹിച്ച് ആശീർവദിച്ച് 5000 നൽകി. ശേഷിച്ച അപ്പവും കുട്ടയും ഇക്കരെ ഇരിക്കുമ്പോഴാണ് യേശു പറഞ്ഞത്, എനിക്കിപ്പോൾ അക്കരയ്ക്ക് പോകണം. അർത്ഥം, സമൃദ്ധി, അനുഗ്രഹം ഇതെല്ലാം ഇക്കരയുണ്ട്. 2, തനിയെ ഇരിക്കുമ്പോൾ സന്ധ്യയാകുമ്പോഴാണ് ശിഷ്യന്മാർ വന്നിച്ചും പകല് പറഞ്ഞ കാര്യങ്ങളുടെ വ്യാഖ്യാനം ചോദിക്കുന്നതും യേശു വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതും. ഒരു ഫെലോഷിപ്പ്, ഒരു കൂട്ടായ്മ സന്ധ്യയാകുമ്പോൾ ഇക്കരയുണ്ട്. 3, യേശുവിന്റെ അമ്മയും സഹോദരന്മാരും യേശുവിനെ കാണാൻ വരുന്ന ആ ഭാഗം ഇവിടെയാണ്. രക്തബന്ധങ്ങൾ ഇക്കരയുണ്ട്. 4, യേശു അവിടെ ചെന്ന് തിരിച്ചു വരുമ്പോൾ യേശുവിനെ സ്വീകരിക്കുന്ന പള്ളിയിലെ പ്രമാണിയാണ്. VIP ഇക്കരയുണ്ട്. ഇനി അക്കരെ എന്താണ് നോക്കാം. ഇക്കരെ തിന്നതിന്റെ ശേഷിപ്പുണ്ട്, സമൃദ്ധിയുണ്ട്. അക്കരെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ കാണുന്ന കുപ്പത്തൊട്ടിയിലെല്ലാം കൈയിട്ട് വാരുന്ന പട്ടിണിക്കോലമായൊരു മനുഷ്യനാണ് അക്കരയുള്ളത്. ഇക്കരെ ഒരു ഫെലോഷിപ്പുണ്ട്, കൂട്ടായ്മയുണ്ട്, സംസാരിക്കാൻ ആളുണ്ട്. അക്കരെ 6000 ഭൂതങ്ങളുടെ കൂട്ടായ്മയല്ലാതെ സുബോധമുള്ളൊരു മനുഷ്യനോടൊരു വാക്ക് പറഞ്ഞിട്ട് കാലം എത്രയായി ആ മനുഷ്യൻ. ഇക്കരെ രക്തബന്ധങ്ങളുണ്ട്. അക്കരെ ഉണ്ടായിരിക്കാം, പക്ഷെ ഒരുത്തനും തിരിഞ്ഞു നോക്കുന്നില്ല അവനെ. ഇക്കരെ VIP അക്കരെയോ ശവക്കോട്ടയിൽ മണ്ണിനടിയിൽ പോയാൽ എഴുതി വെക്കുന്ന വാക്കാണ് RIP, റെസ്റ്റ് ഇൻ പീസ്. ഇപ്പുറത്ത് VIP, അപ്പുറത്ത് RIP. എന്റെ ചോദ്യം ഇന്ന് രാത്രിയിൽ യേശു എവിടെ നിൽക്കും, എവിടേക്ക് പോകുമെന്നുള്ളതാണ്. ഞങ്ങൾ യേശുവിനെ ഇത്ര വാനോളം പുകഴ്ത്തുന്ന കാര്യം എന്താണെന്നറിയാമോ? സമൃദ്ധി കണ്ടതുകൊണ്ടും കൂട്ടായ്മ കണ്ടതുകൊണ്ടും തറവാട് കണ്ടതുകൊണ്ടും രക്തബന്ധങ്ങൾ കണ്ടതുകൊണ്ടും VIP കണ്ടുകൊണ്ടും ഇക്കരെ നിൽക്കുന്ന ഒരു ദൈവമല്ല ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു. ഇന്ന് രാത്രിയിൽ നീ ഒരു RIP ആണെങ്കിൽ, നീ ഒരു ഇല്ലായ്മക്കാരനാണെങ്കിൽ, നീ ഒരു പട്ടിണിക്കാരനാണെങ്കിൽ, നീ ഒരു രോഗിയാണെങ്കിൽ, നീ ഒരു സൗഖ്യമില്ലാത്തവനാണെങ്കിൽ, നീ ഒരു ആരോഗ്യമില്ലാത്തവനാണെങ്കിൽ, നിന്റെ നിലവിളിയാണ് കടലിന്റെ ഇരമ്പത്തിന് മുകളിൽ യേശുവിന്റെ കർണമുടത്തിൽ വന്നടിക്കുന്നത്. അക്കരെ കിടക്കുന്നവന്റെ ഇല്ലായ്മക്കാരന്റെ ആ പട്ടിണി പാവത്തിന്റെ നിലവിളിയോ? യേശു പറയുന്നു, എനിക്കിതൊന്നും കണ്ടുകൊണ്ട് ഇവിടെ ഇരിക്കാൻ ഒക്കുകയില്ല. അതുകൊണ്ട് അക്കരെ കിടന്ന് നിലവിളിക്കുന്നവന്റെ നിലവിളി സാഗരത്തിന്റെ മുകളിൽ കൂടെ വീശിയടിക്കുന്ന വിശറൻ കാറ്റിന്റെ മുകളിലൂടെ എന്റെ അന്തരാത്മാവിൽ വന്നടിക്കുന്നത് കൊണ്ട് എനിക്ക് ഇപ്പൊ തന്നെ അക്കരയ്ക്ക് പോകണം. ഒന്നുകൂടെ വ്യക്തമായി പറയാം, നാളുകളായി നീ നിലവിളിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ആ നിലവിളിയുടെ ആഴം നാട്ടുകാർക്കറിയത്തില്ലെങ്കിൽ, താലി കെട്ടിയ ഭർത്താവിനോട് പാതിരാത്രിയിൽ കൂടെ സങ്കടം പറഞ്ഞാൽ അതൊക്കെ ബാക്കി നാളെ പറയാമെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് തിരിഞ്ഞു കിടക്കുന്ന ഭർത്താക്കന്മാരുടെ ലോകമാണിത്. നീ പ്രസവിച്ച മക്കളോട് പോലും തുറന്നു പറയുവാൻ വിഷമമുള്ള എന്തെങ്കിലും സങ്കടങ്ങളും നിലവിളികളും ഉണ്ടെങ്കിൽ ഒന്നുകൂടെ വ്യക്തമായി പറയാം, പതിറ്റാണ്ടുകളായി ആരോടും പറയാതെ അടക്കി പിടിച്ച് കരയുന്ന നിന്റെ കരച്ചിലിന്റെ മറുപടിയാണ് ഇന്ന് രാത്രിയിലെ സുവിശേഷ പ്രസംഗമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഈ രാത്രി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ഘനനയാഗങ്ങൾ പകർന്നിരിക്കുന്ന മനസ്സ് തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ഒരുത്തനും കാണുകയില്ല. അവനെ കാണുന്നവനാണ് സർവശക്തനായ ദൈവം. ആ നിലവിളിയുടെ ആഴം പറയാൻ ഒരു വാക്കുകൂടി. അവന്റെ നിലവിളി, അവന്റെ ശരീരത്തിൽ എത്ര ഭൂതം ഉണ്ടായിരുന്നു പറഞ്ഞേ? 6000. എത്ര ആയിരം പന്നിയിലേക്കാണ് പോയത്? 2000. അപ്പൊ ഒരു പന്നിയിൽ എത്ര ഭൂതമായി? അതാണ് നോക്കി നിൽക്കുന്നത്. പള്ളിക്കൂടത്തിൽ വിട്ടപ്പം കശുമാങ്ങ പറിക്കാനും കലങ്ങിൻ്റെ അടിയിലും പോയിരുന്നിട്ട് ഇപ്പം നോക്കിയിരിക്കുക. ഒരു പന്നിയിൽ എത്ര ഭൂതമായി? 3 എണ്ണം. 3 ഭൂതം ചെന്ന് കയറിയ പന്നി എത്ര മിനിറ്റ് ഇവിടെ പിടിച്ചു നിന്നു പറയാമോ? സഹിച്ചു നിന്നു.
ഒരു മിനിറ്റ് പോലും സഹിച്ചു നിന്നില്ല. അവിടെയാണ് ഇവന്റെ വേദനയുടെ ആഴം അറിയേണ്ടത്. 3 ഭൂതം ചെന്ന് കയറിയ ഒരു പന്നി ഒരു മിനിറ്റ് പോലും പിടിച്ചു നിന്നില്ല. സുബോധം പോലും നഷ്ടപ്പെട്ടു അതിൻ്റെ. സുബോധത്തിന്റെ കാര്യം പറയാതിരിക്കേ വേദന. ഇവിടെ ഒരു ഭൂതവുമില്ലാത്ത ഒരു പന്നിക്കും ഒരു നേരത്തും ഒരു സുബോധവുമില്ല. പിന്നെയാണ് 3 ഭൂതം ചെന്ന് കയറി. എന്നാൽ ഈ പന്നിയുടെ ശരീരവും നമ്മുടെ ശരീരത്തിന് ഒരു ബന്ധമുണ്ട്. എന്നാന്നറിയാം, പല പക്ഷിമൃഗാദികളുടെ ശരീര അവയവങ്ങളുമായി നമ്മുടെ ശരീരാവയവങ്ങൾക്ക് ബന്ധമുണ്ട്. ഉദാഹരണം, നമ്മുടെ അസ്ഥി തിമിംഗലത്തിൻ്റെ അസ്ഥിയോടാണ് യോജിച്ചിരിക്കുന്നത്. നമ്മുടെ പാൽ കഴുതയുടെ പാലിനോടാണ് യോജിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അമ്മച്ചിമാര് ദേഷ്യം വരുമ്പം പിള്ളേരെന്ത് വിളിക്കുന്നത്? കഴുതയെന്ന് വിളിക്കുന്നത്. കഴുത അവരെ കണ്ടിട്ട് പോലുമില്ല, കാരണം ഇവിടെയും കഴുതയില്ല, എന്നാലും വിളിക്കുന്നത് എന്തോന്നാണ്? കഴുത. അത് ഈ ബന്ധമാണ്. 3, നമ്മുടെ കണ്ണിൻ്റെ നിമേഷക പടലം കുതിരയുടെയും കോഴിയുടെയും കണ്ണിൻ്റെ നിമേഷക പടലത്തോടാണ് യോജിച്ചിരിക്കുന്നത്. തമോ സത്വരജത ഗുണം. കുതിര നിന്നുകൊണ്ടുറങ്ങും, കിടന്നുറങ്ങാൻ നേരമില്ല. പക്ഷേ കുതിരയുടെ നിന്നുറക്കം നമുക്ക് കാണാൻ നേരം അതും ഈ നാട്ടിലില്ല. പകരം അതിൻ്റെ അനിയനാണ് കോഴി, അത് നിന്നുറങ്ങും. അതറിയണമെങ്കിൽ വൃക്ഷക്കമ്പയിലിരുന്നുറങ്ങും കോഴി. ശരിയാണോ? ശരിയാ. ആ ഗുണമാണ് മനുഷ്യൻ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് കുതിര യുദ്ധക്കളത്തിൽ നിന്നുറങ്ങും, കോഴി വൃക്ഷക്കമ്പയിലിരുന്നുറങ്ങും. നമ്മൾ വെടിക്കെട്ട് പ്രസംഗം നടക്കുമ്പം അതിൻ്റെ ഇടയ്ക്കിരുന്നുറങ്ങും. കണ്ടത്? ആ ഗുണമാണ്. ആരും പറഞ്ഞിട്ട് കാര്യമില്ല. 4, നമ്മുടെ മാംസം പന്നിയുടെ മാംസത്തോടാണ് യോജിച്ചിരിക്കുന്നത്. വാൽവൊക്കെ മാറ്റി വെക്കുമ്പം കണ്ടാമൃഗത്തൊക്കെ അല്ല കൊണ്ടുവരുന്നത്, അറിയാമോ? അപ്പോ മനുഷ്യന് എന്തെങ്കിലും ഒരു സഹിക്കാനുള്ള പവർ ഉണ്ടെങ്കിൽ അതുമായി താരതമ്യം ചെയ്യാവുന്ന സാധനമാണ് ഈ സാധനം. ഇതാണ് പഴയമത്തിൽ അതൊക്കെ തിന്നരുതെന്ന് പറയാനുള്ള കാരണം. അപ്പം 3 ഭൂതം ചെന്ന് കയറിയപ്പം അതിൻ്റെ ഹൃദയം തകർന്നു. അങ്ങനെയാണെങ്കിൽ 6000 എണ്ണം കയറിയ ഇവന്റെ ഹൃദയം, 12 വർഷമായി അവൻ സഹിക്കുന്ന വേദനയുടെ ആഴം ഈ ലോകത്തിൽ ആർക്ക് തിരിച്ചറിയാൻ കഴിയും? പ്രിയപ്പെട്ടവര്, നിന്റെ വേദനയുടെ ആഴം പെറ്റമ്മയ്ക്ക് പിടികിട്ടത്തില്ല, നിന്റെ അപ്പന് പിടികിട്ടത്തില്ല, ലോകത്തിൽ ആർക്കും പിടികിട്ടത്തില്ല, സൈക്യാട്രിസ്റ്റിന് മനസ്സിലാകത്തില്ല. ഹൃദയത്തിന്റെ ഉടമസ്ഥനായ ദൈവത്തിനല്ലാതെ നിന്റെ വേദനയുടെ ആഴം പിടികിട്ടുകയില്ല. ഇന്ന് രാത്രി ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഞങ്ങളുടെ നിലവിളി മാറ്റുവാൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന ദൈവപുത്രനായ രക്ഷകനെ ഓർത്ത് ഇന്ന് രാത്രി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ചോദിക്കുകയായിരിക്കും, പാസ്റ്റർമാരെ എന്തോ അപേശുവിനെ കണ്ടാ പിന്നെ കരയേല. ഉറപ്പാണ്. അപ്പൊ കരയുന്നുണ്ടല്ലോ. എവിടാ? ദൈവസന്നിധിയിൽ ഞങ്ങൾ കരയും. അത് വേറെ വകുപ്പാ, വേറെ ആരും നമുക്കറിയില്ല. ഒന്നും കൂടെ ക്ലിയറായി പറഞ്ഞാൽ, ദൈവത്തിന്റെ മുൻപിൽ കരയാൻ പഠിച്ചവൻ മനുഷ്യന്റെ മുൻപിൽ കരയേണ്ടി വരില്ല. ദൈവത്തിന്റെ മുൻപിൽ മുട്ടുകുത്താൻ പരിശീലിച്ചവൻ ഒരുത്തന്റെ മുൻപിലും മുട്ടുകുത്തേണ്ടി വരില്ല. ദൈവത്തിന്റെ മുൻപിൽ കൈനീട്ടി വല്ലതുമൊക്കെ ചോദിക്കാൻ പിതൃപുത്ര ബന്ധം സ്ഥാപിച്ചവൻ ഒരുത്തന്റെ മുൻപിലും പോയി കൈനീട്ടി തെണ്ടി നടക്കേണ്ട ഗതികേട് വരില്ല. ദൈവത്തിന്റെ മുൻപിൽ 3, 21, 40 ഒക്കെ ഉപവസിച്ച് ജോലിയൊക്കെ മാറ്റിവെച്ച് പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും സമയം കണ്ടെത്താനും പഠിച്ചവൻ ഒരു വാർഡ് മെമ്പറിന്റെ റെക്കമെൻഡേഷന് പോലും അവൻ പോയി നിൽക്കേണ്ടി വരികയില്ല. മനസ്സിലായവർ കരമടിച്ചും രാത്രി ഈ ദൈവത്തിന് സ്തുതിക്കട്ടെ. ദൈവത്തിന്റെ മുൻപാകെ സറണ്ടർ ചെയ്തവനും ദൈവത്തിന് മുൻപാകെ കീഴടങ്ങിയവനാണ് ഈ ലോകത്തിൽ ജയിച്ചവനായി മാറുന്നത്. അവന്റെ നിലവിളി യേശു മാറ്റി. ഒരു സ്വത്രം പറ. 2, അവന്റെ പേര് യേശു മാറ്റി. എന്താണ് അവന്റെ പേര്? അതാണ് 9ാമത്തെ വാക്യം. നിന്റെ പേര് എന്ത്? അവന്റെ പേര് അറിയാമേല യേശുവിന്? അറിയാം. പേരറിയാമേലാത്തോണ്ട് ചോദിച്ചാണോ? അതൊന്നുമല്ല. നിന്റെ പേരും അറിയാം, ഓമനപ്പേരും അറിയാം, പറഞ്ഞില്ലേലും അറിയാം. അറിയാമല്ലേ? ഒരുത്തരൊരാഗ്രഹം, യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണാൻ
മരത്തിന്റെ മുകളിലോട്ട് കയറി. അത് അവൻ മാത്രമല്ല, ഇന്ന് മിക്കവാറും ആളുകൾ മരത്തിന്റെ മുകളിലോട്ടാണ് കയറുന്നത്. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്നത് ഈ പൊങ്ങച്ചക്കാരാണ് ഇങ്ങോട്ട് കയറുന്നത് മരത്തിന്റെ മുകളിലോട്ട്. ഞങ്ങളുടെ പ്രസംഗകരൊക്കെ ഇപ്പോൾ ഒരു 60% മരത്തിന്റെ മുകളിലാണ്. അത് വലിയ പ്രയാസമൊന്നുമില്ല മരത്തിന്റെ മുകളിൽ കയറാൻ. ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കണം. പറ്റിയാൽ കെട്ടിത്തൂങ്ങി ചത്തുപോലെ ഒരു ടൈയൊക്കെ ഇട്ട് കുടുക്കി ഒരു 100-300 രൂപ കൊടുത്താൽ ഫ്ലക്സിൽ ആദ്യം കയറണം. എന്നിട്ട് യൂണിയൻകാരായി കൊടുത്തേച്ചാൽ മതി. അവർ തന്നെ കെട്ടി വലിച്ച് മേലെ കയറ്റിക്കൊള്ളു. എന്നിട്ട് ഇങ്ങനെ നിൽക്കുക എല്ലാം മരത്തിന്റെ മുകളിൽ. യേശു വിടുവിക്കുന്നു, യേശു സൗഖ്യമാക്കുന്നു, TV പ്രേക്ഷക സംഗമം എന്നൊക്കെ പറയും. എന്തൊക്കെ പരിപാടികളാണ് ഒക്കെ പൊങ്ങച്ച. ഒരു കവലയിൽ പോയി യേശുവിനെ പ്രസംഗിക്കാൻ പറഞ്ഞാൽ ഞഞ്ഞാപിഞ്ഞ ഒന്നും അറിയാൻ മേല. ഒക്കെ മരത്തിന്റെ മുകളില. ഈ പൊങ്ങച്ചക്കാരെ കൊണ്ട് തോറ്റു. ലോക പ്രശസ്ത എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചേക്കുന്നത്. ലോകത്തിൽ എത്ര രാജ്യമുണ്ടെന്ന് ഇയാൾ വെച്ചറിയാൻ മേല. പിന്നെയാണ് ലോകപ്രശസ്തൻ. സ്വോത്രം. ഈ നമ്മുടെ പൊങ്ങച്ചൻ കണ്ടു. നമ്മുടെ പൊങ്ങച്ചൻ അങ്ങനൊന്നും മാറുകയില്ല. അതുകൊണ്ട് ദൈവം ഇപ്പൊ സർക്കാരിൽ കൂടാണ് ഇടപെടുന്നത് പൊങ്ങച്ചൻ മാറ്റാൻ. അതാണ് ഈ ഞാൻ എപ്പോഴും പറയും 3 കാർഡുകൾ ഇപ്പൊ രംഗത്തുണ്ട്. വേറെ എങ്ങുമില്ല ഇത്രയും കാർഡൊന്നും. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചുണ്ട്. 1 തിരിച്ചറിയൽ കാർഡ്, 2 പാസ്പോർട്ട് പാൻ കാർഡ്, 3 ഈയിടെ ഒന്നും കൂടെ വന്നു ആധാർ. ഇതൊക്കെ ഈ സർക്കാരിൽ കൂടെ ദൈവം കൊണ്ടുവരുന്ന. കാരണം ഈ പൊങ്ങച്ചം കുറയ്ക്കാൻ വേണ്ടി. മനസ്സിലായില്ലല്ലേ പറയാം. കണ്ടമാനം പൊങ്ങച്ചം തോന്നുമ്പം തിരിച്ചൽ കാർഡ് എടുത്തു നോക്കണം. നോക്കുമ്പോ ഈ സാധനമാണോ ഞാൻ? അതെ, അതാ നീ. ഈ സാധനമാ നീ. നിന്റെ ഭൂതകാലം അറിയണമെങ്കിൽ, നീ എവിടെന്നാ വന്നേന്ന് അറിയണമെങ്കിൽ ഈ കരിങ്കുരങ്ങനെ നോക്കണം ആദ്യം. മനസ്സിലായി? ഇനി 2ാമത്തെ കാർഡാണ് ഈ പാസ്പോർട്ട്. ഒന്നും പറയണ്ട. ഫോൺസും കുട്ടിക്കുറയും ലാക്ടോ കലാമിനും ഇപ്പോഴത്തെ ഇന്ദുലേഖ ഗോൾഡും കൂടെ 1/2 ഇഞ്ച് കനത്തിൽ പൊത്തിപ്പിടിപ്പിച്ച് പൊട്ടിയിട്ടടിച്ച് 7ാം കടലിനക്കരെ ചെന്ന് ഇങ്ങനെയൊക്കെ ചെല്ല് തിരിഞ്ഞു വെക്കുന്നത്. പാസ്പോർട്ട് കൊണ്ടിട്ട് ഇങ്ങനെയൊക്കെ തിരിഞ്ഞു, കഴുത്തിന് ഉളുക്കുന്നവനെ പോലെ. എന്നിട്ടാണ് ഇപ്പോഴത്തെ പാൻ കാർഡും പാസ്പോർട്ടൊക്കെ. അത് ഇപ്പോഴത്തെ ഒരു വേഷപ്പകർച്ചയാണ്, പിടികൊടുക്കാത്തൊരു സാധനമാണ്. പക്ഷെ ഈ പൊട്ടിയിട്ടടിച്ചവൻ നാളെ ഭാവി കാലത്തിൽ ആരാകുമെന്നറിയാൻ ആധാർ നോക്കണം. ചത്ത് ശവപ്പെട്ടി കിടക്കുമ്പോൾ ഏത് രൂപമാണ് ആ രൂപമാണ് ആധാർ. ചന്ദന നിറമുള്ളവരും ഇറ്റയും കറുത്ത് കരിവിട്ടിക്ക് കരിവോയിൽ അടിച്ചതുപോലെ ആയിരിക്കും. ഈ സ്വന്തം പടത്തിന്റെ ആധാർ കണ്ടിട്ട് അറ്റാക്ക് വന്നവര് വരെ കേരളത്തിലുണ്ട്. തിരിച്ചറിയൽ കാർഡോ, അതിന് ഞാനിട്ടിരിക്കുന്ന പേര് തിരിച്ചറിയാ കാർഡ്. ആ കാർഡ് കണ്ടിട്ട് ഇന്ന് വരെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും ഈ കാർഡ് തരുന്നയാളും ഇയാളും ഒരാളാണെന്ന് കൺഫേം ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് കാർഡ് കൊടുക്കുമ്പോൾ കാർഡിലേക്ക് നോക്കും, അവിടെ കാർഡിലേക്ക് നോക്കും, ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുക്കണം ഇത് രണ്ടും ഒരാളാണ്. സ്വത്രം. എന്റെ ദൈവമേ, നമ്മുടെ പൊങ്ങച്ചം കുറയ്ക്കാൻ ഇത്രയും കാർഡെങ്കിലും തന്ന ദൈവത്തിന് സ്വത്രം പറഞ്ഞു. യേശു അത്തിയുടെ താഴെ വന്ന് പറഞ്ഞു, സക്കായിയെ, അവന്റെ പേരാർക്കറിയാം? അറിയാം. പിന്നെ മരത്തിന്റെ മുകളിൽ കയറിയവന്റെ പേരാണോ അറിയാവുള്ളൂ? അല്ല, അതിന്റെ താഴെ ഇരിക്കുന്നവന്റെ പേരും അറിയാം. നദനയേലേ, നീ അത്തിയുടെ കീഴെ ഇരിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ കണ്ടു. അപ്പൊ ഇവരുടെയൊക്കെ പേരറിയാം. പിന്നെന്താ ചോദിക്കാനുള്ള കാരണം? എല്ലാം ചോദിച്ചാൽ നേര് പറയില്ല. അതാ സ്വന്തം അപ്പൻ ചോദിച്ചു ഒരിക്കൽ, നീ ആരാകുന്നു മകനെ? യാക്കോബിനോടാ. അവൻ പറഞ്ഞു, കേട്ടോ, ഞാൻ നിന്റെ ആദ്യജാതൻ ഏശാവുന്നു എന്ന് പറഞ്ഞാൽ വാക്കങ്ങനെ, ഞാൻ നിന്റെ ആദ്യജാതൻ ഏശാവ്. ഞാനതിന് 2ആയിട്ട് തിരിച്ചു. അപ്പൊ അവൻ നുണ പറഞ്ഞിട്ടില്ല എന്നാ ഞാൻ പറയാം. 1ാമത്തെ ഭാഗം ഞാൻ നിന്റെ. ശരിയാണോ തെറ്റാണോ? ശരി. ആദ്യജാതൻ ഏശാവ്. ശരിയാണോ തെറ്റാണോ? അതും ശരി.
മനസ്സിലായി? ഞാൻ നിന്റെ അതിയാതൻ രക്ഷാവ്, ഞാൻ നിന്റെ അതിയാതൻ രക്ഷാവ്. അപ്പൊ ഇങ്ങനെ കാണിച്ച അപ്പൻ അറിയൂല എന്താ കാര്യം? വാർദ്ധക്യമായി പെമ്പിളുടെ കണ്ണ് മങ്ങിപ്പോയി. സ്വന്തം ജനിപ്പിച്ച അപ്പന്റെ മുമ്പിൽ പോലും പകട കളിക്കുന്നവരാ ആളുകൾ. നിന്നെയൊക്കെ പിടിക്കും എവിടാന്നറിയാം? ഒരു രണ്ടിന്റെ ടോർച്ച് പോലും ഇല്ലാതെ, ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം പോലും ഇല്ലാതെ യാബോക്കിന്റെ കടവിൽ വെച്ച നിന്റെ തുടയുടെ തടം കൃത്യമായി കൊടിൽ കൊണ്ട് പിടിച്ചു നിർത്തി നിന്റെ പേര് പറയിപ്പിക്കുന്നവരെ പിടിച്ചു വെക്കുന്ന ഒരു ദൈവം. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും ഈ പന്തലിൽ ദൈവം മുഴക്കുന്ന ഒരു ചോദ്യം, നിന്റെ യഥാർത്ഥ സ്വഭാവം എന്താ? നിന്റെ പേരെന്തോ? 3 തരത്തിലുള്ള പേരുകളാണ് ഇവിടെ ഉള്ളത്. ഒന്ന്, അപ്പനും അമ്മയും കൂടെ ഇടുന്ന പേര്. ഇതാണ് നമ്മുടെയൊക്കെ പേര്. 2, ആ പേരിന് അനുസരിച്ച് മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ നാട്ടുകാരിടുന്ന പേര്. ആണ് രണ്ടാമത്തെ. 3, മാനസാന്തരപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ തമ്പുരാൻ ഇന്ന് രാത്രി ഇടുന്നൊരു പേര്. ഒന്നാമത്തെ പേര് അപ്പനും അമ്മയും കൂടെ ഇടുന്ന പേര്. പണ്ടൊക്കെ ആ പേരിന് ഭയങ്കര നീട്ടം, വായിൽ ഒതുങ്ങില്ലാത്ത പേര്. അപ്പോൾ ആളുകൾ വിചാരിച്ചു നീട്ടം കുറയ്ക്കാം. അങ്ങനെ ഒരു 5 അക്ഷരം 4 അക്ഷരത്തിലേക്കൊക്കെ വന്നു. മറിയാമ, ചാക്കപ്പൻ, ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ 4 അക്ഷരം. പിന്നെ 3 അക്ഷരം അന്നമ്മ, ചിന്നമ്മ, പൊന്നമ്മ. പിന്നെ 2 അക്ഷരം എന്താണ് സജി, ജോയി, ലില്ലി, ബീന എന്നൊക്കെ. പിന്നെ 1 അക്ഷരം സാം, ഷിയാം. ഓരോന്നും. ഇപ്പം അക്ഷരവും ഇല്ല, പേരും ഇല്ല, ഒന്നുമില്ല. കല്യാണം കഴിച്ച് ഭാര്യ ഭർത്താക്കന്മാരൊക്കെ പണ്ടെന്താ വിളിക്കുന്നത്? പിള്ളേരുടെ അപ്പച്ച, അച്ചായ, ചേട്ട, അമ്മേ എന്നൊക്കെ വിളിക്കുന്നത്. അന്ന് പിള്ളേരെ വിളിക്കുന്നത് എന്നാന്നറിയാമോ? ചക്കരെ, മോനെ, തേനെ. ഇപ്പൊ എന്നാന്നറിയാം, ഇപ്പൊ പിള്ളേരൊന്നും വേണ്ടാന്നൊരു തീരുമാനമായതുകൊണ്ട് പിള്ളേർക്ക് വിളിക്കുന്ന പേരാണ് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത്. ഇപ്പൊ ഭാര്യ ഭർത്താക്കന്മാർ വിളിക്കുന്നത് ചക്കരെ, മോനെ, തേനെ ഒക്കെ വിളിക്കുന്നത്. പിള്ളേരെ വിളിക്കേണ്ട പേരാ പിന്നീട് വിളിച്ചു. ഒരു കല്യാണത്തെ ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞപ്പം മണവാളനും മണവാട്ടിയോട് എന്നോട് പറഞ്ഞു, പാസ്റ്ററിന്റെ പ്രസംഗം നന്നായിരുന്നു. ഞാൻ പറഞ്ഞു നന്ദി. ഞങ്ങൾ 2 പേരും കൂടി അന്നൊരു തീരുമാനമെടുത്തു. ഞങ്ങൾ 2 പേരും ഹണി എന്ന് വിളിക്കാൻ തീരുമാനം. ഞാൻ പറഞ്ഞു വിളിച്ചോ, അവസാനം ഞങ്ങൾക്ക് പണി ഉണ്ടാക്കി വെക്കരുത്. വിളിക്കുന്നതോ കൊള്ളാം. ചില ആളുകൾക്ക് അപ്പന്റെ പേരിന്റെ ഒരു അക്ഷരം, പിന്നെ അമ്മയുടെ പേരിന്റെ 1 അക്ഷരം. ഇത് എവിടെ നിന്നൊക്കെ കണ്ടുപിടിച്ചാൽ നടക്കുന്നത്? എൻ്റെ മൂത്ത സൗകര്യം പറഞ്ഞു, ഏടാ ഒരു കൊച്ചുണ്ടായി, ഒരു പേര് പറഞ്ഞാടാ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ലിജോ എന്നിടാൻ പറഞ്ഞു. പെങ്കൊച്ച ലില്ലി ജോയി, ഇവളുടെ പേരും ജോയി. അപ്പൊ 2ാമത്തത് പെങ്കൊച്ച്. അപ്പൊ എന്നെ വിളിച്ചു, ഇതിനൊരു പേരിട്ടതാടാ. ഞാൻ പറഞ്ഞു ഞാനാരും പേരിടാൻ തിക്കുറിശിയോ? ഈ 4 അക്ഷരം കൂടെ തിരിച്ചും മറിച്ചും നോക്കിട്ട് വേറൊരു പേര്. ഞാൻ പറഞ്ഞു ജോലി എന്നിട്ടോളാൻ പറഞ്ഞു. ഇതൊരു പേര് കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ പേരിടാൻ നോക്കി ഇവിടെ നാട്ടുകാരെ എന്ത് ചെയ്യും? പത്രോസും ശലോമയും കൂടെ കല്യാണം കഴിച്ചു. അവർക്കൊരു കൊച്ചുണ്ടായി. അവരുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം ആ കൊച്ചിനിട്ടാൽ പശ എന്നിടണ്ടേ. മാർട്ടിനും ക്രിസ്റ്റിനെയും കൂടെ കല്യാണം കഴിച്ചു. അവർക്കൊരു കൊച്ചുണ്ടായി. അതിനെങ്ങാനും ഈ പേരിന്റെ ആദ്യത്തെ അക്ഷരം ഇട്ടാൽ അതിനെ ഏത് വർഗത്തിൽപ്പെടുത്തും? നിങ്ങൾ ഏത് വർഗത്തിൽപ്പെടുത്തും? അല്ല ജന്തുശാസ്ത്രജ്ഞന്മാരും ഒന്നും കൊണ്ടുപോകും അതിനെ. ഈയിടെ അമേരിക്കയിൽ ഒരുത്ത 4 പിള്ളേർക്ക് പേരിട്ടിരിക്കുന്നു. 1ാമത്തെ കൊച്ചിന്റെ പേര് ഡും, 2ാമത്തത് ഡും ഡും, 3ാമത്തെ ഡും ഡും ഡും, 4ാമത്തെ ഡും 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 ഡും. ഞാൻ പറഞ്ഞു അയാളെ എന്തെങ്കിലും കേരളത്തിൽ വരും. മലയാളിയാ. അവിടെ പോയിട്ട് അവിടുത്തെ ഫാഷൻ പേരിട്ട് ഞാൻ പറഞ്ഞു അയാൾ എന്തെങ്കിലും കേരളത്തിൽ വരുമ്പോൾ കുമ്പനാട് വന്നൊരു തമ്പേറും മേടിച്ചോണ്ട് പൊക്കോട്ടെ. ഡും 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 കുട്ടിയച്ചാൽ മതി. കോഴിക്കുഞ്ഞുങ്ങൾ വരുന്ന പോലെ പിള്ളേർ വരും. എന്നാ പറ്റി നമ്മുടെ നാട്ടുകാർക്ക്? നിങ്ങൾ ഈ ലോകത്തിന്റെ ഫാഷൻ അനുസരിച്ചും സ്റ്റേഷൻ കടയിൽ നിന്ന് ലിസ്റ്റ് മേടിച്ച് വെച്ചാണോ പിള്ളേർക്ക് പേരിടുന്നത്? വേദപുസ്തകത്തിലുള്ള പേരിട് മക്കളെ. പറ്റുമെങ്കിൽ പ്രാർത്ഥിച്ചേച്ചും പേരിട്. ഒക്കെ പോകട്ടെ, ആ പേരുകളൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ പേരുകളൊക്കെ ഇട്ടതനുസരിച്ച് നീ ജീവിച്ചില്ലെങ്കിൽ നാട്ടുകാരൊരു പേരിടും. പത്രങ്ങളിൽ ഈ ദിവസങ്ങളിൽ വരുന്ന പേരുകൾ ഞാനൊന്ന് പറയാം. മൃഗം സാജു വായിക്കാറുണ്ടോ നിങ്ങൾ? വായിക്കാറുണ്ട്. വെട്ടുകത്തി സുരേഷ്. നിങ്ങൾ ചിരിക്കാൻ വരട്ടെ, ഞാൻ ബാക്കിയോടെ പറയാം.
കോടാലി ശ്രീധരൻ. എൻ്റെ ചോദ്യം, ഏത് പള്ളിയിൽ, ഏത് അമ്പലത്തിൽ, ഏത് മോസ്കിൽ, ഏത് അച്ഛൻ, ഏത് പൂജാരി, ആരിട്ട പേരായത്? ഈ പറയുന്ന ആൾ നിങ്ങളുടെ അപ്പച്ചനാണെങ്കിൽ നിങ്ങൾ ചിരിക്കൂ? ചിരിക്കില്ല. അയാളുടെ മാതാപിതാക്കൾ പത്രത്തിൽ ഈ പേര് വായിക്കുമ്പോൾ ഇടനെഞ്ച് പൊട്ടി കരയുക. കാരണം ഗുരുവായൂരും മലയാറ്റൂരും ഒക്കെ കൊണ്ടുപോയി പ്രാർത്ഥിച്ചേച്ചും തമ്പുരാൻ തന്നാന്നും പറഞ്ഞ് പേരിട്ടതാ. കയ്യിലിരിപ്പ് ശരിയില്ലാത്തത് കൊണ്ട് ഏത് സമയത്തും വെട്ടുകത്തിയും കോടാലിയുമായി നടന്ന് ഗുണ്ടാപ്പണി ചെയ്തുകൊണ്ട് നാട്ടുകാർ പേരിട്ടു കോടാലി ശ്രീധരൻ, മൃഗം സാജു. ഞാനൊരു കാര്യം, ഈ നാട്ടുകാരിട്ട പേര് മാറുമോ? ഇനി മാറില്ല. നാട്ടുകാർ ഒരുത്തരുടെ പേരിട്ടാൽ അവന്റെ പേര് പിന്നെ മാറില്ല. ഇപ്പോ ചാവടി നട അല്ലേ, ചാവടി നടയിൽ ഒരുത്തനെ കള്ളനായിട്ട് പിടിച്ചോണ്ട് പോയിരിക്കട്ടെ. സുപ്രീം കോടതി പറഞ്ഞു ഇയാൾ കള്ളനാണെന്ന് തെളിവില്ല, കോടതി വെറുതെ വിട്ടിരിക്കുന്നു. അയാള് വന്ന് ചാവടി നടയിൽ വന്നിറങ്ങി. 1 മാസം കഴിഞ്ഞപ്പം രാത്രി 10 മണിക്ക് പുള്ളിനെ ഒറ്റയ്ക്ക് നമ്മൾ ചാവടി നടയെ കണ്ടാൽ നമ്മളെന്താ പറയും? എടീ ഒന്ന് സൂക്ഷിച്ചോളണേ, അവൻ 10 മണിയായിട്ട് ഇവിടെ നിൽപ്പുണ്ട്, ചാവടി നടയിൽ നിൽപ്പുണ്ട്. സുപ്രീം കോടതി അങ്ങനെ പലതും പറയും. പക്ഷെ നമ്മുടെ ഒരു കണ്ണ് അവന്റെ മേൽ എന്ന് പറഞ്ഞാൽ, കള്ളൻ എന്നൊരുത്തരൊരു പേര് വീണാൽ ഒരിക്കലും നാട്ടുകാർ പിന്നെ അത് മാറ്റില്ല. ആഞ്ഞിലി എന്ന മരം നിന്ന പറമ്പിന് നാട്ടുകാരിട്ട പേര് ആഞ്ഞിലിക്കുടി. അയാളുടെ മകൾക്ക് കല്യാണാലോചന വന്നപ്പം ആഞ്ഞിലി മരം വെട്ടി വിറ്റു. അപ്പൊ ആളുകളെ നോക്കിയപ്പം കുറ്റി അവിടെ നിൽപ്പുണ്ട്. അവർ പറഞ്ഞു കുറ്റി ആഞ്ഞിലിക്കുടി നിട്ടു. ഒരു JCB അതിലെ പോയപ്പം ആ കുറ്റി പറിച്ചിട്ടു. അപ്പൊ അവർ പറഞ്ഞു കുഴി ആഞ്ഞിലിക്കുടി നിട്ടു. ആ കുഴി ഒരാളെ വിളിച്ച് മൂടി. അപ്പൊ അവർ പറഞ്ഞു കുഴി മൂടി ആഞ്ഞിലിക്കുടി നിട്ടു. നാട്ടുകാരൊരുത്തനൊരു പേരിട്ടാൽ, അവൻ കള്ളനോ വ്യഭിചാരിയോ മോഷ്ടാവോ എന്തെങ്കിലും ആകട്ടെ, ഒരു പേരിട്ടാൽ ആ പേരിനി മാറില്ല. നീ ചത്താലും മാറില്ല. ഇരട്ടപ്പേര് ദോഷം. പക്ഷെ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ നെഞ്ചത്ത് വെച്ച് കൈവച്ചൊരു കാര്യം പറയാം. നിന്റെ അപ്പന് മാറ്റാൻ കഴിയാത്ത പേര്, നിന്റെ അമ്മയ്ക്ക് മാറ്റാൻ കഴിയാത്ത പേര്, നാട്ടുകാരിട്ടത് നാട്ടുകാർക്ക് മാറ്റാൻ ഒക്കത്തില്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ കുരിശിന്റെ ചുവട്ടിൽ നിനക്ക് വരാമെങ്കിൽ തമ്പുരാൻ നിനക്കൊരു പേരിടും. മതം അവൻ മാറ്റുകയില്ല. മനസ്സിന് മാറ്റാൻ മനസ്സുണ്ടെങ്കിൽ യേശുവിന്റെ പേരിടും. എന്താണ് ആ പേരെന്നറിയാമോ? അവനെ കൈക്കൊണ്ട്. അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ബാക്കിയുള്ള ആ വാക്കൊന്ന് കൈ തട്ടിച്ചും ദൈവത്തെ സ്തുതിച്ചു പറ. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ മക്കളാകുവാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു. കാരണീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഫുൾ കൈ ഒന്നും ഞങ്ങൾ ഒറ്റ ദിവസം എടുത്തിട്ടതല്ല. ഞാൻ എപ്പോഴും പ്രസംഗിക്കുന്ന ഒരു കാര്യമുണ്ട്. എങ്ങനെയെങ്കിലും ബെന്തക്കോസിനകത്ത് കയറി കൂടാതിരിക്കാൻ അരക്കൈ ഞങ്ങൾ നോക്കിയതാ. പക്ഷെ ഫുൾ കൈ ഇടേണ്ടി വന്നു. തമ്പുരാൻ വിളിച്ചോണ്ട് വന്നതാ. അതുകൊണ്ട് യേശുവിന് മാത്രമല്ലാതെ നിന്റെ പഴയ സ്വഭാവം മാറ്റാൻ കഴിയില്ല കുഞ്ഞേ. നാട്ടുകാരെ ഞെട്ടത്തക്ക നിലവാരത്തിൽ നിന്നെ അപമാനിക്കുന്നവരാണെങ്കിൽ നീ വരുമ്പോൾ എഴുന്നേറ്റ് നിനക്കൊരു സ്വോത്രം പറയത്തക്ക നിലവാരത്തിൽ നിന്റെ അഡ്രസ് മാറ്റി കുറിക്കുവാൻ യേശുവിനല്ലാതെ ഒരുത്തരം കഴിയുകയില്ല ലോകത്തിൽ. ഞാനൊരു കഥാപ്രസംഗനായിരുന്നു എന്റെ ചെറുപ്പം മുതൽ. അപ്പനുണ്ടാക്കിയ രഞ്ജിനി കലാവേദിയിലേക്ക് ആദികൻ, ഒത്തിരി വലിയ കാതികളൊന്നുമില്ല, ചെറിയ ചെറിയ കഥകൾ, കണ്ണിക്കണ്ട കവലകളിലൊക്കെ പറഞ്ഞ് അവിടെ കണ്ട് ഒതുങ്ങിയനെ. റബ്ബർ വെട്ടാനും അറിയാം. ഞാനെങ്ങാൻ രക്ഷിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ 2 ബ്ലോക്ക് മരവും വെട്ടി കുറച്ച് റബ്ബർ ഷീറ്റും അടിച്ച് വേങ്ങൂർ പഞ്ചായത്തിൽ മാത്രം ഒതുങ്ങുമായിരുന്നു എൻ്റെ ജീവചരിത്രം. പക്ഷെ വേദപുസ്തകം എടുത്തതുകൊണ്ട്, ആ രംഗം ഞാൻ ഉപേക്ഷിച്ചതുകൊണ്ട് ഇന്ന് കേരളത്തിന് വെളിയിൽ എവിടെ ചെന്നാലും, ഞാൻ അറിയില്ലാത്ത സ്ഥലത്ത് ചെന്നാലും എന്നെ അറിയുന്ന 10 പേര് അവിടെ കാണും. എന്റെ മേൽവിലാസം മാറ്റിയ ദൈവത്തെ ഞാൻ എങ്ങനെ സ്തുതിക്കാതിരിക്കും? പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിലും എന്റെ ജീവിതത്തിന് പരിവർത്തനം വരുത്തിയവനും നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിനകത്തോ, നിന്റെ തല തെറിച്ച തലമുറകൾക്കകത്തോ പരിവർത്തനം വരുത്തുവാൻ അവൻ ശക്തനായ ദൈവം. ഈ സാക്ഷ്യമാ ഈ ഇരിക്കുന്ന എല്ലാവർക്കും പറയാനോ അറിയാമോ?
ഈ പാടാനുള്ള കഴിവൊക്കെ സിനിമ പാട്ടുകാർക്ക് വേണ്ടി പാടിയ ഒറ്റ പാട്ട് പാടിയത് 2 നില കെട്ടിടം വെക്കാം. പക്ഷേ പട്ടിണിക്ക് നടന്ന് പാടും ചിലപ്പോൾ. എന്താ കാര്യം എന്നറിയാമോ? ജീവിതത്തിൽ സമാധാനമില്ലാതെ അലഞ്ഞൊരു സമയമുണ്ട്. യേശു ഞങ്ങൾക്ക് സമാധാനം തന്നു. ഞാൻ 3ാമത്തെ ചിന്തയിലേക്ക് വരുന്നു. അവൻ്റെ താമസം യേശു മാറ്റി. 18ാമത്തെ വാക്യം വായിക്കാമോ? മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 18ാമത്തെ വാക്യം. അവൻ പടകേറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്നവൻ താനും കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ പടകേറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്നവൻ താനും കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു. ശ്രദ്ധിച്ചു. രോഗമൊക്കെ സൗഖ്യമായി. യേശു തിരിച്ചു പോകുന്നിടത്ത് വന്ന് ചെറിയ ഞാനും പോരട്ടെ എന്ന്. യേശു പറഞ്ഞു വരണ്ടാന്ന്. എനിക്ക് അവിടെ ആണ് ഭയങ്കര ഇഷ്ടം. സത്യം പറഞ്ഞാൽ യേശുവിനെ എനിക്ക് അന്നേരം ഇഷ്ടപ്പെട്ടില്ല. പാവപ്പെട്ടൊരു മനുഷ്യൻ്റെ ഭ്രാന്തം മാറി ഞാൻ പോരട്ടെ എന്ന് ചോദിച്ചു. ഞാനാണെങ്കിൽ എപ്പോൾ കൊണ്ടുപോയി ചോദിച്ചാൽ യേശു പറഞ്ഞു എൻ്റെ കൂടെ വരണ്ടാന്ന്. എനിക്ക് ഈ യേശുവിൻ്റെ ചില നേരത്തെ സ്വഭാവം തീരെ ഇഷ്ടപ്പെടുക. വേറൊരു ഉദാഹരണം പറയാം. ഇത് ഇഷ്ടപ്പെടുകയെന്ന് പറയാനുള്ള കാരണം പറയാം. ഒരു ചെറുപ്പക്കാരൻ വന്നിച്ച് പറഞ്ഞു ഞാൻ നിൻ്റെ കൂടെ പോരുകയാണ്. യേശു പറഞ്ഞു പോരെ. എക്സ്ക്യൂസ് മീ, ഞാൻ വീട്ടിൽ ചെന്നുവെച്ചും അപ്പച്ചനോടും അമ്മച്ചോടും ഒക്കെ ഒന്ന് അനുവാദം ചോദിച്ചു ഇപ്പോൾ വരാമെന്നു. യേശു പറഞ്ഞെന്നറിയാമോ? വീട്ടിൽ പോകാൻ ഒക്കില്ല, മര്യാദയ്ക്ക് എൻ്റെ കൂടെ വരാൻ പറയും. ഇനി ഇത് രണ്ടും കൂടെ നിങ്ങൾ കമ്പയർ ചെയ്യും. വീട്ടിൽ പോയച്ച് വരാമെന്ന് പറഞ്ഞവരോട് യേശു പറഞ്ഞു വീട്ടിൽ പോകാൻ ഒക്കില്ല, എൻ്റെ കൂടെ വാ. ഇവൻ പറഞ്ഞു ഞാൻ വീട്ടിൽ പോണില്ല, നിന്റെ കൂടെ വരികയെന്ന് പറഞ്ഞു എൻ്റെ കൂടെ വരാനൊക്കില്ല, മര്യാദയ്ക്ക് വീട്ടിൽ പോകും. അതാ ഞാൻ പറഞ്ഞു ചില നേരത്തെ യേശുവിൻ്റെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുക. ഇത് എന്നതാണ് എനിക്ക് മനസ്സിലായി. കുറെ കഴിഞ്ഞപ്പോഴാണ് യേശുവിനല്ല കുഴപ്പം, എൻ്റെ ഊരിക്കാതനയ്ക്കാ കുഴപ്പമെന്ന് അന്നേരം മനസ്സിലായി. ഇവനെ ഈ വീട്ടിലേക്ക് വിടാതിരുന്നതിൻ്റെ കാരണം എന്നാന്നാണ് ഞാൻ ഇങ്ങനെ തികഞ്ഞത്. അന്നേരമാണ് മനസ്സിലായത് ഈ മാനസിക രോഗത്തിൻ്റെ ഒരു പ്രശ്നം പൈശാചിക ബന്ധനമാണെന്നാണ് ബൈബിൾ പറയുന്നത്. അതായത് നമ്മൾ ചാവിടാടെ നിൽക്കുകയാണെങ്കിൽ തലവേദന വന്നാൽ വീട്ടിലോട്ട് വരും, വയറുവേദന വന്നാൽ വീട്ടിലോട്ട് വരും, എന്ത് രോഗം വന്നാലും വീട്ടിൽ വന്ന് കിടക്കയിലോട്ട് മറിയും. പക്ഷെ മാനസിക രോഗം വന്നാൽ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് മുറ്റത്തോട്ട് വരും, അവിടെ നിന്ന് നേരെ ചാവടിയിലോട്ടും പിന്നെ വീട്ടിലോട്ട് വരിക. അപ്പോൾ നാട്ടുകാർ പറയുന്നത് നിങ്ങളുടെ മോൻ അവിടെ ഇരിപ്പെടുന്നു പറയും. പിന്നെ നമ്മുടെ കയ്യും കാലം പിടിച്ചു വരും, അത് കേട്ടഴിഞ്ഞ് അവൻ പോവും. അങ്ങനെയാണ് സമൂഹത്തിൽ ഭ്രാന്തന്മാരുണ്ടാകുന്നത്. പണ്ടൊക്കെ അതുണ്ടായിരുന്നു. നടക്കുക. അവർക്ക് വീടില്ലാത്തതുകൊണ്ടല്ല, സ്വന്തം വീടും തറവാടും അപ്പനും അമ്മയും എല്ലാം ഉണ്ട്, ബെഡ്റൂമും കിടക്കയൊക്കെ ഉണ്ട്. പക്ഷേ അവനെ വീട്ടിനകത്തോട്ട് കയറ്റുകയില്ല. ആരെന്നറിയണ്ടേ? യെശയ്യാവിന്റെ പ്രവചനം 14-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ലൂസിഫർ പിശാചാണ് ഇവരെ വീട്ടിലേക്ക് അഴിച്ചു വിടാതെ ബദ്ധരാക്കി വെച്ചിരിക്കുന്നത് എന്നവിടെ കൊടുത്തിട്ടുണ്ട്. എന്ന് വായിച്ചേ. യെശയ്യാ പ്രവചനം 14-ാം അധ്യായം 16-ാമത്തെ വാക്യം മുതൽ വായിച്ചേ. നിന്നെ കാണുന്നവർ നിന്നെ ഉറ്റുനോക്കി ഭൂമി നടുക്കുകയും രാജ്യങ്ങളെ കുലുക്കുകയും ഭൂതലത്തെ മരുഭൂമി പോലെ ആക്കുകയും അതിലെ പട്ടണങ്ങൾ ഇടിച്ചു കളയുകയും തന്റെ ബദ്ധന്മാരെ വീട്ടിലേക്ക് അഴിച്ചുവിടാതിരിക്കുകയും ചെയ്തവൻ ഇവനല്ലയോ എന്ന് നിരൂപിക്കും. ലൂസിഫറിനെ കുറിച്ചായി പറയുന്നത്. ലൂസിഫറെ നീ എങ്ങനെ വെട്ടിട്ട് താഴെ വീണു ചോദിച്ചു പറയും. നിന്നെ കാണുന്നവര് നിന്നെ കുറിച്ച് പറയുന്ന കമന്റ് പറയുകയാണ്, നീ പട്ടണങ്ങളെ മറിച്ചു കളയും, സോദോം ഗൊമോറ ഇടിച്ചു കളയും എന്ന് പറയാം. തന്റെ ബദ്ധന്മാരെ വീട്ടിലേക്ക് അഴിച്ചു വിടാതിരിക്കുകയും ചെയ്തവൻ ഇവനല്ലേ? അപ്പൊ ഈ മനുഷ്യൻ ഭൂതഗ്രസ്തന് വീടില്ലേ? ഉണ്ട്. അവൻ പോകാത്ത കാര്യം എന്നാണെന്നറിയാമോ? അവനെ വീട്ടിലേക്ക് വിടത്തില്ല എന്ന് ബന്ധിച്ചു വെച്ചിരിക്കുകയാണ് ഒരു പൈശാചിക ശക്തി. അവൻ വീട്ടിൽ കയറിയാൽ 6000 എണ്ണത്തിന്റെ വീടാ നഷ്ടം വരുന്നത്. അവന് പുറമ്പോക്കിലാവും. അപ്പൊ ഈ ഒരുത്തനെ വീട്ടിൽ കയറ്റാതിരുന്നാൽ 6000 പേർക്കൊരു കോളനിയായി ഇവന്റെ വീട്, ഇവന്റെ ശരീരം. ഇനി അതിനെ ഞാൻ സുവിശേഷവുമായിട്ടൊന്ന് ബന്ധിപ്പിക്കട്ടെ. 1000 രൂപയാണെന്ന് കൊച്ചിയിൽ ഒരു കൽപ്പണിക്കാരന് കിട്ടുന്ന തച്ച്. 1000 രൂപ കൈ കിട്ടുമ്പോഴേ പിശാച് പറയും ഇതും വീട്ടിലെത്തുകയില്ല, നിന്നെ ഞാൻ വീട്ടിലെത്തിക്കുകയില്ല. ബാറും കള്ള് ഷാപ്പും എല്ലാം നിരങ്ങി
ഇവൻ വഴി കിടക്കുക. അതാണ് അടുത്ത വാക്യം. സമയമില്ലാത്തതുകൊണ്ട് വായിപ്പിക്കുന്നില്ല. ഭൂമിയിലെ രാജാക്കന്മാർ എവിടെ കിടന്നുറങ്ങുന്നു? അടുത്ത വാക്യത്തിൽ സ്വസ്ഥമായി അവരെ വീട്ടിൽ കിടന്നുറങ്ങും. ബാറ് നടത്തുന്നവനും കള്ളുഷാപ്പ് നടത്തുന്നവനും സ്വസ്ഥമായി വീട്ടിൽ കിടന്നുറങ്ങുന്നു. ഡൂറോഫ്ലക്സ് മെത്തയിൽ. അടുത്ത വാക്യം നിന്നെയോ നിന്യമായൊരു ചുള്ളി പോലെ. വഴി കിടക്കുന്ന കിടപ്പ് കണ്ടാൽ അറിയാമല്ലോ, നിന്യമായൊരു ചുള്ളി പോലെ. അടുത്തത് വാളുകൊണ്ട് കുത്തേറ്റ് കിടക്കുന്ന പോലെ. അവിടെ മുട്ടി ഇവിടെ മുട്ടി മുറിവേറ്റ് കിടക്കുക. പിന്നെ കുഴിയിൽ ഒരു കാലം ഓടക്കകത്ത് ഒരു കാലം പുറയിൽ. ചവിട്ടി മതിച്ച് പഴയ പോകുന്ന പട്ടി ചവിട്ടും പശു ചവിട്ടും. മനസ്സിലായോ? നിന്നെ വീട്ടിലേക്ക് വിടത്തില്ലെന്ന് വാദിക്കുന്നത് ഒരു പൈശാചിക ബന്ധനം. ഒന്നുകൂടെ വ്യക്തമാണ്. ചില ആളുകൾ ഈ രാവിലെ ചായക്കടയിൽ പോയി 4 പത്രം വായിക്കും. മാതൃഭൂമി, മനോരമ, മംഗളം, മാധ്യമം ഒക്കെ വായിക്കും. പള്ളിക്കുറിച്ച് പോയിട്ടില്ല, പക്ഷേ അന്താരാഷ്ട്ര കാര്യങ്ങൾ ചർച്ച ചെയ്യും. പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ, കസ്തൂരി രംഗനൊക്കെ അവരുടെ വിഷയങ്ങൾ. നല്ല തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ പറ്റും. മംഗളിയാൻ, ക്യൂരിയോസിറ്റി, പാത്ത് ഫൈൻഡർ, സ്കട്ട് മിസൈൽ, ബ്രിട്ടിയൻ മിസൈൽ ഇവരുടെ വിഷയ. പള്ളിക്കുറിച്ച് പോയിട്ടില്ല. അപ്പൊ ഈ 4 പത്രം വായിക്കുമ്പോഴേക്ക് ലോകത്തിലെ മുഴുവൻ കാര്യം അവർക്കറിയാം. ഇവരാരും ജനറൽ നോളജിൽ പിറകിലല്ല. ഇവരോട് നമ്മുടെ സുവിശേഷം പറഞ്ഞ അവർ പറയും എന്നാ സ്വർഗം, എന്നാ സുവിശേഷം, എന്നാ നരകം. എന്റെ ചോദ്യം സുഹൃത്തെ, നിങ്ങൾക്ക് ഈ മംഗളിയാനും അറിയാം, ക്യൂരിയോസിറ്റിയും അറിയാം, പാത്ത് ഫൈൻഡറും അറിയാം, ഇറാഖിലേക്ക് കുവൈറ്റിലേക്ക് ഇറാഖ് വിട്ട സ്കട്ട് മിസൈൽ അറിയാം, പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ ഏതാണെന്നറിയാം, കസ്തൂരിന്റെ റിപ്പോർട്ട് എന്നാണെന്നറിയാം, ബോബോൾ കേസ് അറിയാം. ഇതെല്ലാം നിങ്ങൾക്കറിയാം. സുതാര്യമായി വെളിപ്പെടുത്തിയിരിക്കുന്ന ഈ സുവിശേഷം മാത്രം എന്താ നിന്റെ തലേ കയറാത്ത? ഉത്തരം നിനക്കറിയില്ലെങ്കിൽ ഞങ്ങൾക്കറിയാം. തേജസ്സുള്ള സുവിശേഷത്തിന്റെ മർമ്മം ശോഭിക്കാതിരിക്കേണ്ടതിന് ഈ ലോകത്തിന്റെ ദൈവം അവന്റെ ബുദ്ധിമണ്ഡലത്തെ ബന്ധിച്ചു നിർത്തിയിരിക്കുകയോ. ഇന്ന് രാത്രിയിൽ അഴിയപ്പെടേണ്ടത് എന്താണെന്നറിയാമോ? ദേശത്ത് ചില കുടുംബത്തിന്റെ മേൽ വ്യാപരിച്ചു നിൽക്കുന്ന കുടിയിരിപ്പിന്റെ ബന്ധനത്തിന്റെ മേൽ ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തിലാണ് അവിടെ ബന്ധനം പൊട്ടേണ്ടത്. ചില കെട്ടുകൾ പൊട്ടിയെ ഈ യോഗം ഇന്ന് രാത്രി അവസാനിപ്പിക്കുവാൻ പാടുള്ളൂ. ഇവനെ വീട്ടിലേക്ക് വിടുക. സുബോധമില്ല. മുടിയനായ പുത്രൻ പന്നിയുടെ വാളവര തിന്നാൻ കാരണം സുബോധമില്ലാത്തതാണ്. സുബോധം വന്നപ്പോൾ ആദ്യം ഓർത്തതും അപ്പന്റെ വീടോ. അതുകൊണ്ട് സ്വർഗത്തിലെ അപ്പന്റെ വീട്ടിൽ താങ്കൾക്കുള്ള ഓഹരിയെ കുറിച്ച് ബോധം വന്നിട്ടില്ലെങ്കിൽ ഈ ലോകത്തിൽ കഴിക്കുന്നതൊക്കെ വാളവരയ്ക്ക് തുല്യം. മുന്നോട്ട് പോകട്ടെ. യേശു പറഞ്ഞു, മോനെ നീ എൻ്റെ കൂടെ വരണ്ട. കാരണം 12 കൊല്ലമായി നിന്നെ സ്വന്തം വീട്ടിലേക്ക് വിടുകയില്ലെന്ന് വാദിച്ചവന്റെ ആ ബന്ധനമാണ് ഞാൻ പൊട്ടിച്ചിരിക്കുന്നത്. നിന്നെ വീട്ടിൽ കയറ്റത്തില്ലെന്ന് പറഞ്ഞവനെ ഞാനൊന്ന് കാണട്ടെ. നീ മര്യാദയ്ക്ക് വീട്ടിൽ കയറി ആരാ തടുക്കുന്നെന്ന് ഞാനൊന്ന് കാണട്ടെ. ഇന്ന് രാത്രി അതിന്റെ മർമ്മം പിടികിട്ടിയ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ചിലപ്പോഴെങ്കിലും നമ്മുടെ അപേക്ഷ റിജക്ട് ചെയ്യുന്ന ദൈവത്തെ സ്തുതിക്കാൻ പഠിക്കണം. അതിനകത്തൊരു മർമ്മം വെളിപ്പെടുത്താനുണ്ട്. ഇനി ഒരു ഭാഗം കൂടെ അവിടെ പറയേണ്ടതുണ്ട്. ഈ 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം, മർക്കോസ് 5-8-ാമത്തെ വാക്യം. ഞാൻ 9 മണിക്കാണ് പ്രസംഗം നിർത്തേണ്ടത്. അധ്യക്ഷനോട് ഞാൻ പറഞ്ഞു, ഒരു 5-10 മിനിറ്റ് കൂട്ടിയെടുത്താൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെ പരസ്യമായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയണല്ലേ. എന്നാലും എൻ്റെ വിഷയം തീരാൻ 5-10 മിനിറ്റും കൂടെ വേണം. അത്യാവശ്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം, ഒരു വിഷമവുമില്ല. പോകാൻ നേരത്തെ അടുത്തിരിക്കുന്നവരോട് ഞോണ്ടി പോകാട്ടോ എന്നൊന്നും പറഞ്ഞേച്ച് പോകണ്ട. മര്യാദയ്ക്ക് അങ്ങ് പോയേച്ചാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ അതിനും എടുത്ത് പറയാം. അല്ലാത്തവരുടെ ഈ 10 മിനിറ്റ് കൊണ്ട് ഞാൻ 9:10 അവസാനിപ്പിക്കും. സന്തോഷത്തോടെ ഒരു സ്തോത്രം പറ. 5-ാമത്തെ 8-ാമത്തെ വാക്യം വായിച്ചു. അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോകുക എന്ന് യേശു കൽപ്പിച്ചിരിക്കുന്നു. ഒരു മർമ്മം കൂടെ. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെ വായിച്ചാലും 8-ാമത്തെ വാക്യത്തിൽ കാണുന്ന സംഭവമില്ല. അതായത് അശുദ്ധാത്മാവേ ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോകുക എന്ന് യേശു കൽപ്പിച്ചു എന്നല്ല, കൽപ്പിച്ചിരുന്നു. എപ്പോൾ?
1-ാം വാക്യം മുതൽ 7-ാം വാക്യം വരെ യേശു കൽപ്പിച്ചിട്ടേയില്ല. പിന്നെ എപ്പോഴാ കൽപ്പിച്ച്? 4-ാം അധ്യായത്തിന്റെ 38 കൽപ്പിക്കുന്നത്. വായിച്ച് 4:38. അവൻ അമൽ തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു. മതി, 2 വാക്കുകൾ. യേശു ഉറങ്ങുകയാണ്. അപ്പൊ അക്കരയ്ക്ക് പോവുക, ഗദരദേശത്തേക്ക് പോവുക. ഉറങ്ങിയപ്പം കാറ്റ് വന്നു, തലയ്ക്ക് വില പറഞ്ഞു. യേശു എഴുന്നേറ്റിട്ട് 2 വാക്കുകൾ. 1, കടലിനോട് പറഞ്ഞു അനങ്ങാതിരിക്കുക. നോർമലി വേട എന്ന് പറഞ്ഞാൽ എന്നതാണ് ഈ വേളം ഉണ്ടാക്കുന്നത്? ഞാൻ ആ ഭൂതഗ്രസ്തനെ ഒന്ന് എന്ന് കണ്ട് പെട്ടെന്ന് അവർ സാധിക്കും, തിരിച്ചു വരത്തില്ലയോ, അവരെന്തോ ഈ വേളം ഉണ്ടാക്കുന്നത്? അതാണ് ചോദിച്ചത്. അനങ്ങാതിരിക്കും. പക്ഷെ കാറ്റിനോട് അങ്ങനല്ല പറഞ്ഞു. എന്നതാ പറഞ്ഞേന്ന് അവിടെ കൊടുത്തിട്ടില്ല, ശ്വാസിച്ചു എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്ത് വാക്കുപയോഗിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. കാറ്റിനെ ശാസിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ട്. അതെന്താന്ന് ഞാൻ പറയാം. യേശു പടകിനകത്തോട്ട് കയറിയിരുന്നപ്പോൾ തന്നെ പടക് പതിയെ ഗദരദേശത്തേക്ക് നീങ്ങി. ഒരു ഇളം തന്നൽ കാറ്റിൽ വന്ന് ഈ തിരമാല ഇങ്ങനെ ആടുകയും വെള്ളത്തിൻ്റെ ചെറിയ അമ്മത്തൊട്ടിലാട്ടുന്ന പോലെ യേശുവിനെ ആട്ടിയപ്പം യേശുവിൽ കൂടെ ഒരു വന്ദമാരുതൻ പതിയെ കാറ്റ് നേരെ ഗദരദേശത്തേക്ക് വന്ന് അടഞ്ഞു. കാറ്റാണല്ലോ മുന്നേ പോകുന്നത്. യേശുവിൻ്റെ നാമത്തിൻ്റെ പ്രത്യേകത പകർന്ന തൈലം പോലെ അവൻ്റെ നാമം. ദുർഗന്ധം വമിച്ചു കിടക്കുന്ന ശവക്കോട്ടയിലെ 6000 ഭൂതത്തിൻ്റെ മൂക്കിനകത്തോട്ട് ഈ പകർന്ന തൈലത്തിൻ്റെ മണം വന്നങ്ങോട്ട് കയറി. അവരിങ്ങനെ പെട്ടെന്ന് കണ്ണുറന്ന് ചെയ്ത് ഏതായി പകർന്ന തൈലം ഇങ്ങോട്ട് വരും നോക്കിയപ്പം 13 പടകിനകത്തിരിക്കുന്നു. നടുക്കിരിക്കുന്നവൻ തേജോമയനായ ദൈവപുത്രൻ. ഒരു കാര്യം അവർക്ക് പിടികിട്ടിയത്, എമ്പുരാനെ അവനെങ്ങാനും കരയിൽ കാല് കുത്തിയാൽ ഞങ്ങൾ 6000 മൂക്കും കുത്തി കടലിലേക്ക് പോകണം. കാരണം 2 കൂടെ ഒരുമിച്ച് ഇവിടെ നിൽക്കാൻ പറ്റൂ? എങ്ങനെ അവനെ ഇവിടെ കാല് കുത്തിക്കാതിരിക്കാം എന്നാണ് അവർ നോക്കിയത്. നോക്കിയിരിക്കുമ്പം ശിഷ്യന്മാർ യേശുവിനെ ഉറക്കി. അതെനിക്ക് പറയാൻ നേരമില്ല, കാരണം യേശു ഉറങ്ങിയതല്ല, ഉറക്കിയതാ. നമുക്കെല്ലാം യേശുവിനെ ഉറക്കാനുള്ള തന്ത്രം അറിയാം. അതൊക്കെ ഇപ്പൊ പറയാൻ പോയി സമയം കിട്ടത്തില്ല. യേശു ഉറങ്ങിയെന്ന് മനസ്സിലായതും ഇവൻ കാറ്റിന്റെ രൂപത്തിൽ അനങ്ങാതെ കിടന്ന കടലിന്റെ അടി ഇളക്കി യേശുവിന്റെ തലയ്ക്ക് വില പറയുവാൻ തിരമാലയായി പൊങ്ങി വന്നു. ഈ പൊക്കം കണ്ടപ്പോൾ ശിഷ്യന്മാർ വിചാരിച്ചു ഇത് സംഗതി വേറെ എന്തോ ആക്രമണമാണ്. പങ്കായം താഴെ വെച്ചും അവർ ഒറ്റ നിലവിളി, നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്റെ ദൈവമേ, ഉറങ്ങിക്കിടക്കുന്ന യേശുവിന് നിന്നെക്കുറിച്ച് വിചാരമുണ്ടെങ്കിൽ ഉണർന്നിരിക്കുന്ന തമ്പുരാന് നിന്നെക്കുറിച്ച് എന്താ ഒരു കരുതലുള്ളത്? യേശു എഴുന്നേറ്റ് ഈ കടലിനെയാണ് ആദ്യം കണ്ടത്. കാരണം ഒരേ സമയം ദൈവവും ഒരേ സമയം മനുഷ്യനുമാണല്ലോ യേശു. മനുഷ്യത്വത്തിലാണ് അവൻ ഉറങ്ങിയത്, അതുകൊണ്ട് മനുഷ്യത്വത്തിലാണ് ഉണർന്നത്, അതുകൊണ്ട് മനുഷ്യത്വത്തിലാണ് കടലിനെ കണ്ടത്. എന്ന് പറഞ്ഞു എന്നതായി ബഹളം, ഞാൻ അനങ്ങാതിരിക്കാം. അപ്പൊ കടല് പറഞ്ഞു ഞങ്ങളൊന്നും കുഴപ്പക്കാരില്ല, അനങ്ങാതെ കിടന്നതാണ്. അമ്മ തൊട്ടിലാട്ടുന്ന പോലെ ഇങ്ങനെ വെള്ളം കൊണ്ട് ഞങ്ങൾ ആ തോണിയൊക്കെ ഇങ്ങനെ ധാരാട്ട് പാടി ഇങ്ങനെ കൊണ്ടുപോയതാണ്. അപ്പൊ ഞങ്ങളെ കിടത്തണ്ടേ? ആര് കിടത്തണ്ടേ? നോക്കിക്കേ, ആര്? കാറ്റ് തൻ്റെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണു തുറന്ന് യേശു ഇങ്ങനെ ഈ തിരമാലിന്റെ പുറകിലേക്ക് നോക്കിയപ്പം 6000 എണ്ണം ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുക, കണ്ണും പൊളിച്ച്. മനസ്സിലായി ഇവനാണ് ഈ കടലിനെ ഇളക്കിയതല്ലേ. കാറ്റിനോട് അനങ്ങാതിരിക്കാൻ പറഞ്ഞ് മടുത്ത വാക്ക്. കടലിനോട് അനങ്ങാതിരിക്കാൻ പറഞ്ഞ് കാറ്റിനോട് അനങ്ങാതിരിക്കാൻ അതിനെ ശാസിച്ചു എന്നാണ്. അതിനെ അവൻ തർജ്ജനം ചെയ്ത വാക്കെന്ന് പറഞ്ഞിട്ടില്ല. ഒറ്റ വാക്കിൽ പറയാം, കടലിൽ കിടന്നുകൊണ്ട് യേശു ശാസിച്ച സെക്കൻഡിൽ കരയിൽ 6000 എണ്ണത്തിന്റെ കെട്ടുപൊട്ടി. മനസ്സിലായവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. പ്രിയപ്പെട്ടവരെ, കടലിൽ യേശു ശാസിച്ച സെക്കൻഡിൽ കരയുടെ ബന്ധനം പൊട്ടി. തെളിവ് തരണോ? യോഹന്നാൻ 2 ഒരു ശതാധിപൻ വന്നിച്ചു പറയും, കർത്താവേ, എന്റെ കുഞ്ഞിന് പനിയാണ്, അപ്പം മരിച്ചു പോകുന്നു, നീ സൗഖ്യമാക്കണം. യേശു പറഞ്ഞു, നീ പൊക്കൂ, നിന്റെ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നു. അവൻ വിശ്വാസത്തോടെ പോയി പകുതി വഴി എന്നപ്പോൾ അവന്റെ കൂട്ടുകാരോ ദാസന്മാരോ വെച്ച് പറഞ്ഞു, കുഞ്ഞ് പനി വിട്ടു മാറി ജീവിച്ചിരിക്കുന്നു.
ഉടനെ അടുത്ത വാക്ക്, അത് എപ്പോൾ സംഭവിച്ചു? ഇവൻ ചോദിക്കുക സമയം എപ്പോഴാണ്? ഇന്നലെ 7 മണിക്ക്. നിങ്ങൾ വായിച്ചു നോക്കിക്കൊള്ളണം യോഹന്നാൻ 2-ാം അധ്യായത്തിൽ. ഇവൻ കണക്കൂടി ഇന്നലെ 7 മണിക്ക്. ഇവനും പറഞ്ഞു, അപ്പൊ യേശു പറഞ്ഞ സമയം 7 മണിയായിരുന്നു. സ്തോത്രം, സ്തോത്രം. അപ്പൊ യേശു 7 മണിക്ക് പറഞ്ഞപ്പോഴേ മൈലുകൾക്കപ്പുറത്ത് കൊച്ചിന്റെ മരണത്തിന്റെ കെട്ടുപൂട്ടി. ഇതുപോലെ യേശു കടലിൽ ശാസിച്ച സമയം തന്നെ കരയിൽ 6000 കെട്ടുപൂട്ടി. ഇന്ന് രാത്രിയിൽ ഈ പന്തലിനകത്തിരുന്നു കൊണ്ട് ദൈവത്തിന്റെ അഭിഷേകം പ്രാപിച്ച ദൈവമക്കളുണ്ടെങ്കിൽ ഈ ദേശത്ത് സ്വർഗരാജ്യത്തിൽ കടത്തുകയില്ലെന്ന് വാദിച്ചു നിൽക്കുന്ന കുടുംബത്തിന് നേരെ വ്യാപരിച്ചു നിൽക്കുന്ന പൈശാചിക ബന്ധനങ്ങൾക്ക് നേരെ ഇന്ന് രാത്രിയിൽ ആർക്ക് അധികാരത്തോടെ പ്രാർത്ഥിക്കാൻ ആവേശം തോന്നുന്നുണ്ട്? നിന്റെ നാവിന്റെ തുമ്പത്ത് നിന്ന് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അധികാരത്തോടെ ശാസിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ കയ്യിൽ അധികാരം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. എനിക്കിവിടെ നിന്ന് ആരാധിപ്പിക്കാനും കുറച്ചു നേരം നമുക്കൊന്ന് പ്രാർത്ഥിച്ച് ആ വിഷയത്തിന് വിടുതൽ ഉണ്ടാക്കിയച്ചും കൃപയാൽ അത് പ്രാപിച്ചും അടുത്ത പോലെ വിവരിക്കണമെന്നുണ്ട്. പക്ഷേ ഇനിയും ഞാൻ സമയം കൂട്ടി ചോദിക്കുന്ന മര്യാദയല്ലാത്തത് കൊണ്ട് ഞാനിവിടെ നിർത്താനായിട്ട് പോവുകയാണ്. 4ാമത്തെ ചിന്ത ഇതാണ്, അവന്റെ നഗ്നത യേശു മാറ്റി. 4000 വർഷങ്ങൾക്ക് മുൻപ് ആദാം നഗ്നനായി തീർന്നു. ഏകദേശം 4000 വർഷം കൊണ്ട് 18 ന്യായാധിപന്മാരെ, കാലഘട്ടത്തിന്റെ യുഗപ്രഭാവ വീരന്മാരായ ഭക്തശിരോമണികളെ, മഹാപുരോഹിതന്മാരെ, പ്രവാചകന്മാരെ, 41 രാജാക്കന്മാരെ ദൈവം വിട്ടു. വസ്ത്രം നെയ്തെടുക്കേണ്ടതിനുള്ള തറയും പണിതൊപ്പിച്ചു. പക്ഷെ വസ്ത്രം മാത്രം നൂലും പാവും നെയ്ത് പുറത്തു വന്നില്ല. പ്രപഞ്ചത്തിന്റെ പെരും തച്ചനായ ശില്പി വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് അവൻ കാലിത്തൊഴുത്തിൽ പിറന്നു വീണു. 33.5 വർഷം കൊണ്ട് ആ വസ്ത്രം അവൻ നെയ്തെടുത്തു. പാപം ചെയ്യാത്തവൻ, പാപം അറിയാത്തവൻ, പാപപ്രവൃത്തിയിലേക്ക് ദൃഷ്ടികൾ പതിക്കാത്തവൻ നീതിയുടെ വസ്ത്രം നെയ്തെടുത്തു. ക്രൂശിൽ അവൻ മരിക്കുമ്പോഴേക്കും വസ്ത്രം റെഡി. അതിന്റെ അടയാളമാണ് കെട്ടഴിച്ചു കൊണ്ടുവന്ന കഴുതയുടെ പുറത്ത് ആദ്യം ചെയ്തത് ഒരു വസ്ത്രം അവൻ വിരിച്ചു. കല്യാണ പന്തലിലേക്ക് പ്രവേശിക്കാനുള്ളവർക്ക് കല്യാണ വസ്ത്രവും കൊടുത്തു. ഈ 2 ഉദാഹരണങ്ങളിലൂടെ മാനവജാതിക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിലും ദൈവം നിന്നിൽ വസിക്കണമെങ്കിലും നിന്റെ ചൊല്ലും ചൊലുത്തും ആർഭാടങ്ങളും നിന്റെ അനുഷ്ഠാനങ്ങളും സാധ്യമല്ലെന്നും തമ്പുരാൻ നിനക്ക് സൗജന്യമായി നൽകുന്ന നീതിയുടെ വസ്ത്രമല്ലാതെ നിന്നെ നീതിമാനാക്കുവാൻ മറ്റൊരു മാർഗമില്ലെന്നും വ്യക്തമാണ്. എഴുന്നേൽക്കാം നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ. ചില 1-2 വാക്കുകൾ കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കട്ടെ. യേശുവിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഇവിടെ അവന്റെ കെട്ടഴിച്ചവനെ കൊണ്ടുവന്നതാണ്. എല്ലാ കണ്ണുകളും അടയട്ടെ ഇന്ന് രാത്രിയിൽ. യേശുവിന്റെ ഒരു പ്രത്യേകത, ഒത്തിരി പ്രത്യേകതയുണ്ട്, അതിൽ ഒരു പ്രത്യേകത, യേശു ആരെയും കെട്ടിയിട്ടിട്ടില്ല. ഇവിടെ നോക്കിക്കേ, യേശു ആരെയും കെട്ടിയിട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ കയറുകൊണ്ടോ പാശം കൊണ്ടോ ആരെയും യേശു കെട്ടാറില്ല. വാക്കുകൾ കൊണ്ടുപോലും യേശു ആരെ കെട്ടിയിടത്തില്ല. പക്ഷെ പിശാചിന്റെ പ്രത്യേകത, അവൻ കാണുന്നവനെല്ലാം കെട്ടിയിടും. യേശുവിന്റെ മറ്റൊരു പ്രത്യേകത, അവൻ ആരെയും കെട്ടിയിടാറില്ല. പക്ഷെ അവന്റെ കണ്ണിൽ കെട്ടപ്പെട്ടതായി ആരെയെങ്കിലും കണ്ടാൽ അത് അഴിക്കാതെ തമ്പുരാൻ മുന്നോട്ട് പോകത്തുമില്ല. അത് ആരും കയറിയിട്ടില്ലാത്ത കഴുതയാണെങ്കിലും അതിനെ കെട്ടഴിക്കാൻ തമ്പുരാൻ പറയും. ഇനി അത് നാറ്റം വെച്ച ലാസറാണേലും 4 ദിവസം കഴിഞ്ഞിട്ടാണേലും ശരി, അവന്റെ കല്ലറക്കൽ ചെന്ന് അവന്റെ കെട്ടുപൊട്ടിക്കാതെ യേശു മടങ്ങിപ്പോവുകയില്ല. ഇന്ന് രാത്രിയിൽ നീ പ്രയോജനമുള്ളവനാണെങ്കിൽ, നീ തമ്പുരാന് വേണ്ടി ഉപയോഗപ്പെടാൻ പോകുന്നവനാണെങ്കിൽ, യേശുവിനെ വഹിക്കുന്ന ഒരു പാത്രമായി നീ മാറുമെന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി നിന്റെ മേൽ കിടക്കുന്ന കെട്ടിനെ യേശു പൊട്ടിക്കാനായി പോവുകയാണ്. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അംഗീകരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ഒരൊറ്റ വാക്ക് പറ, യേശുവേ, നീ അവന്റെ നിലവിളി മാറ്റുവാൻ വന്ന ദൈവമാണെങ്കിൽ, അവന്റെ നഗ്നത മാറ്റുവാൻ വന്ന ദൈവമാണെങ്കിൽ, അവന്റെ പേര് മാറ്റുവാൻ വന്ന ദൈവമാണെങ്കിൽ, അവന്റെ താമസം മാറ്റുവാൻ വന്ന ദൈവമാണെങ്കിൽ, ആ യേശുവിനെ